Hello, guys. Welcome to Gulu Gulu Talks with Pearly Mani. My God, almost 1 year. എത്ര നാളായി? 1 ഇയറിൽ കൂടുതലായി നമ്മളൊരു ഗുലുഗുലു പോഡ്കാസ്റ്റ് ചെയ്തിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഒരു കാര്യം ഉറപ്പിച്ചിരുന്നു. ഞാൻ എൻ്റെ മനസ്സിന്നേ സംസാരിക്കുള്ളൂ. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങളാണ് ഞാനിവിടെ വന്നിരുന്ന് വിളമ്പുന്നത്. അപ്പോൾ കുറച്ച് കാലം നമ്മൾ കഷ്ടപ്പെടും, എന്നിട്ട് നമ്മൾ അതിലെന്തെങ്കിലുമൊക്കെ പഠിക്കും. എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷമായി ഞാൻ കുറച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. ആ പഠിച്ച കാര്യങ്ങളും അതിൻ്റെ എങ്ങനെയൊക്കെ ഞാൻ പുറത്തു വന്നു എന്നുള്ളതാണ് ഈ പോഡ്കാസ്റ്റിലൂടെ നിങ്ങളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. ഈ ഒരു പോഡ്കാസ്റ്റിലൂടെ ഞാൻ അത് എന്നെ തന്നെ റിമൈൻഡും കൂടി ചെയ്യാൻ പോണ്. എനിവേ, വൺസ് അഗൈൻ വെൽക്കം ടു ഗുലു ഗുലു ടോക്സ് വിത്ത് പേർലി മാനി. സോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ടു ഗുലു ഗുലു ടോക്സ്. അപ്പോൾ നിങ്ങളിത് ഈ പോഡ്കാസ്റ്റ് അധികം കേട്ടിട്ടില്ലെങ്കിൽ, വി ആർ ഓൾസോ അവൈലബിൾ ഓൺ സ്പോട്ടിഫൈ. പിന്നെ ഈ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇതുവരെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെന്നൊക്കെ ഉള്ളവർ. സോ മേക്ക് ഷുവർ യു സബ്സ്ക്രൈബ്, ബിക്കോസ് നമ്മുടെ ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നിങ്ങളാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ബിക്കോസ് അത് ഫ്രീ ആയിട്ടുള്ളൊരു സാധനമാണ്. അത് അമർത്തുമ്പോൾ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല, നിങ്ങൾക്ക് ഗെയിനേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനൽ കാണുക. മാത്രമല്ല, നമ്മളൊരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ വാണ്ട് യു ഓൾ ടു ബി പാർട്ട് ഓഫ് ദിസ് ചാനൽ വെൻ വി ആർ ഗ്രോയിങ് അറ്റ് എ വെരി ഏർലി സ്റ്റേജ്, ബിക്കോസ് വി ഹാവ് എ ലോങ് വേ ടു ഗോ. ഇന്നത്തെ ഒരു ടോപ്പിക്ക് ഞാൻ കുറേ ആലോചിച്ചു എന്ത് പറയും. ലാസ്റ്റ് എനിക്ക് ഫൈനൽ ഒരു സാധനം കിട്ടിയതാണ് അബൌട്ട് പേഴ്സണാലിറ്റി. ഇപ്പോൾ പലരും പറയും, എൻ്റെ ഡാഡി ചെറുപ്പത്തിൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സസ് എടുക്കുന്ന ഒരാളായിരുന്നു. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഡാഡിയുടെ പേരുണ്ടാവും ഇന്നത്തെ ഇവൻറ്റ്, ഡാഡിയുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനർ, അതാണ് ഡാഡിയുടെ ഒരു ഡെസിഗ്നേഷൻ, അതായിരുന്നു. പക്ഷേ എന്താണ് ഈ പേഴ്സണാലിറ്റി? അതാണ് ഇന്നത്തെ ടോപ്പിക്. ഇന്ന് ഞാൻ അതാണ് ചൂസ് ചെയ്തത്. സോ നല്ലൊരു കൈഡി വേണമെങ്കിൽ കൊടുത്തോളൂ. എനിക്കൊരു വാമപ്പ് വേണ്ടേ? വാമപ്പ് വേണമെന്ന് വെച്ചാൽ ഇവിടെ ഒന്നാമത് ഭയങ്കര തണുപ്പ്, ഞാൻ പുതച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. അതായത് ഈ രാത്രി നമ്മളിങ്ങനെ കുശലം പറയാനൊക്കെ വന്നിരിക്കണ പോലെ ഞാൻ സത്യമായിട്ടും ഈ പോഡ്കാസ്റ്റിലേ ഞാനും നിങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ ഫോർമാലിറ്റി ഒന്നുമില്ല. ശ്രീനിനെ മിസ് ചെയ്തിട്ട് ശ്രീനിയുടെ ഷർട്ടാണ് ഇട്ടിരിക്കുന്നത്, ബിക്കോസ് ശ്രീനി ഗോവയ്ക്ക് പോയിരിക്കുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ. എന്നെ മിസ് ചെയ്യാത്തത് കൊണ്ട് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒറ്റയ്ക്ക്, അതെല്ലാ വർഷവും ഈ തീർത്ഥാടനം പോലെ ഞാൻ വിടും, ഇങ്ങനെ പൊയ്ക്കോളാൻ പറയും. അപ്പം ആ ഷർട്ടൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മൾ ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. ഇപ്പോൾ പേർലി മാണി എന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ ഒരു പേഴ്സണാലിറ്റി നിങ്ങളുടെ മുഖത്ത് പറയരുത്, നൊന്ത് പോവും ഞാൻ, അത് പറയണ്ട, ഓപ്പണായിട്ട് പറയരുത്. എനിക്കറിയാം എൻ്റെ പേഴ്സണാലിറ്റി എന്താണെന്നുള്ളത്, നിങ്ങളുടെ മനസ്സിൽ എന്താ എനിക്ക് അറിയാം, ഐ നോ. അതേപോലെ ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, എല്ലാവർക്കും ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് പേഴ്സണാലിറ്റി ഉണ്ട്. വാട്ട് ഈസ് പേഴ്സണാലിറ്റി? ദ വേ വി തിങ്ക്, നമ്മൾ ചിന്തിക്കുന്ന രീതികൾ, ദ വേ വി ആക്ട്, നമ്മൾ പ്രവർത്തിക്കുന്ന രീതികൾ, ദ വേ വി ഫീൽ, നമ്മൾ ഫീൽ ചെയ്യുന്ന രീതികൾ, ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി ക്രിയേറ്റ് ആവുന്നത്. ഇപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റിയിൽ ചിലർ പറയും അവൻ ഭയങ്കര ഒരു മൊരട്ട് പേഴ്സണാലിറ്റിയാണ് പറയാൻ. അവന് പെട്ടെന്ന് ദേഷ്യം വരുമായിരിക്കും, അധികം ചിരിക്കില്ല, കുറച്ച് ജാടയാണ്, കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിരിക്കും. അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. ചില ആൾക്കാർ പറയാം ഭയങ്കര ഒന്നിനും കൊള്ളാത്ത എന്ന് പറയും. അതായത് അവനൊന്നിനും ഒരു മൂഡില്ല, ചിലപ്പോൾ ലേസി ആയിരിക്കും. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറയുന്നുണ്ട് ആൾക്കാരെ കുറിച്ചിട്ട് ഓരോരുത്തരുടെയും ബിഹേവിയറിനനുസരിച്ച്, ഓ അവനൊരു ഭയങ്കര അടിപൊളി പേഴ്സണാലിറ്റി ആണെന്ന്. അപ്പോൾ എന്തായിരിക്കും, അവൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, അല്ലേ? നമ്മൾ ഏറ്റവും അടിപൊളി ഭയങ്കര പേഴ്സണാലിറ്റിയാണ് എന്ന് നമ്മൾ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്ത് പറയുന്ന ആൾക്കാർ പൊതുവേ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും, ഭയങ്കര സ്റ്റൈലിഷ് ആയിരിക്കും, എല്ലാവരുമായിട്ടൊരു നല്ല കോർഡിയൽ റിലേഷൻഷിപ്പ് വെക്കുന്ന ആൾക്കാരായിരിക്കും. അധികം ദേഷ്യം വരില്ല, കുറച്ച് കാമായിരിക്കും. ഭയങ്കര ദേഷ്യം വരേണ്ട സിറ്റുവേഷനിൽ പോലും വളരെ കാമായിട്ട്, ഇല്ല നമുക്ക് പിന്നെ സംസാരിക്കാം, ഇപ്പം എന്തിനാ, ഓക്കെ ഒന്ന് കാമായിട്ട് നമുക്ക് സംസാരിക്കാം, ഓക്കെ ടേക്ക് എ ബ്രേക്ക് എന്നൊക്കെ പറയുന്ന ആൾക്കാർ നമ്മളിങ്ങനെ ഇത് ഭയങ്കര പേഴ്സണാലിറ്റി എന്ന് നമുക്ക് തോന്നില്ലേ? കറക്റ്റ് അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് ഒരാൾ ഭയങ്കരമായിട്ട് അടി ഉണ്ടാക്കാൻ വരികയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്ന ഒരു ഇൻസിഡൻറ്റ്, ഓക്കെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ
ട്രെയിൻ കാത്ത് നിൽക്കുകയാണ്. അപ്പോൾ 2 ആൾക്കാർ എന്തിനോ വേണ്ടി വഴക്കുണ്ടാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ ഇടയിൽ വന്നിട്ട് ഡോണ്ട് ഫൈറ്റ് മാൻ, ജസ്റ്റ് ലീവ് ഇറ്റ്, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കൂ എന്നൊക്കെ അയാൾ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെങ്ങനെ ഒഴിവാക്കി വിടുന്നു, അവരങ്ങനെ ലിസൺ. അപ്പോൾ നമ്മൾ ആയിരിക്കും വാട്ട് എ പേഴ്സണാലിറ്റി എന്നൊക്കെ ചെയ്യും. ഇതാണ് പേഴ്സണാലിറ്റി. അതായത് ഓൾറെഡി നമ്മുടെ ഒരു ബോഡി ലാംഗ്വേജ്, നമ്മുടെ ഫീലിങ്സ്, നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ വേ ഓഫ് ബിഹേവിയർ, ഇതെല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഇത്. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ പേഴ്സണാലിറ്റി ഡിറ്റർമൈൻസ് നമ്മുടെ പേഴ്സണൽ റിയാലിറ്റി. അതായത് നിങ്ങളുടെ ലൈഫ് ഇപ്പം എങ്ങനെയാണോ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങൾ എങ്ങനെയാണോ, യു ആസ് എ പേഴ്സണാലിറ്റി ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് യുവർ പേഴ്സണൽ റിയാലിറ്റി. അല്ലാണ്ട് അപ്പുറത്തെ വീട്ടിലുള്ള ആളുടെ റിയാലിറ്റി അല്ല. നിങ്ങളെങ്ങനെയാണോ അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ റിയാലിറ്റി. അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതായത് ഇപ്പം നമ്മൾ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നതും അതിനനുസരിച്ചിട്ടുള്ള ഒരു ലൈഫായിരിക്കും. നമ്മളെപ്പോഴും ദേഷ്യപ്പെടുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു റിയാലിറ്റി ആയിരിക്കും നമ്മളുടേത്. വേറെ ആൾക്കാർക്ക് വേറെ ആയിരിക്കും. നമ്മൾ പറയില്ല നീ എന്താണ് എപ്പോഴും ഹാപ്പി ആണല്ലോ നീ, എന്താ വെച്ചാൽ അവൻ്റെ പേഴ്സണാലിറ്റി അതായിപ്പോയി. അവനെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും, അവനെപ്പോഴും കോമഡി പറയും. അപ്പോൾ അവൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർ അവൻ്റെ അടുത്തൊരു ഭീകരമായൊരു സിറ്റുവേഷൻ വന്നാൽ പോലും ചിലപ്പോൾ അവൻ ചിരിച്ചു തള്ളുമായിരിക്കും. അതുകൊണ്ട് അവൻ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മൾക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ, ഏത് നേരം എങ്ങനെയാണ് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നത്? അവൻ ഹാപ്പി ആയിരിക്കുന്നതുകൊണ്ടാണ് അവൻ്റെ റിയാലിറ്റിയും ഹാപ്പി ആയിരിക്കുന്നത് എപ്പോഴും. അതേസമയത്ത് എപ്പോഴും ഒരു ഡള്ളായിട്ടിരിക്കുന്ന, ഒരു സങ്കടത്തിലിരിക്കുന്ന ഒരാൾക്ക് നല്ല സന്തോഷിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അവരതിലൊരു ലിമിറ്റേഷൻ വയ്ക്കും. എന്താ വെച്ചാൽ അവരുടെ പേഴ്സണാലിറ്റിയിൽ ഓവറായിട്ട് അവർ ഹാപ്പി ആവില്ല, ഓവറായിട്ട് അവർ ഒന്നും ആവില്ല. അവരിങ്ങനെ ഒരു കാം കമ്പോസ്ഡ് ആയിട്ട് പോകും. അപ്പോൾ അവരുടെ റിയാലിറ്റിയും അവരുടെ പേഴ്സണാലിറ്റി ആയിട്ട് മാച്ച് ആയി. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഈ പേഴ്സണാലിറ്റി ആൻഡ് പേഴ്സണൽ റിയാലിറ്റീനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇനി വി ഹാവ് ടു കം ടു ദ നെക്സ്റ്റ് പോയിൻറ്റ്, ടെമ്പറമെൻറ്റ്. എന്താണ് ഒരാളുടെ ടെമ്പറമെൻറ്റ്? അവൻ്റെ ടെമ്പറമെൻറ്റ് എന്നൊക്കെ പറയത്തില്ലേ? സോ എന്താണ് ഒരാളുടെ ടെമ്പർമെൻറ്റ് എന്ന് പറയുന്നത്? അതായത് ചിലപ്പോൾ ഒരു കുട്ടി ചെറിയ പ്രായത്തിൽ സ്കൂളിൽ പോകുന്ന സമയത്ത് അവൻ എൻജോയ് ചെയ്തിട്ടാണ് എന്താ പറയുക അവൻ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് അവൻ 4th സ്റ്റാൻഡേർഡ് ആയപ്പോൾ ഒരു മാത്സ് ടീച്ചർ, പുതിയൊരു ടീച്ചർ അല്ലെങ്കിൽ ഒരു സയൻസ് ടീച്ചർ, ഒരു പുതിയ ടീച്ചർ ക്ലാസ്സിൽ വരികയാണ്. പുതിയ ക്ലാസ്, അവന് സ്കൂളൊക്കെ ഇഷ്ടമുള്ളൊരു പയ്യൻ. പെട്ടെന്ന് ആ ടീച്ചറായിട്ട് അവന് സിങ്ക് ആവുന്നില്ല. ആ ടീച്ചറിനെ അവൻ എന്തോ കാരണം പേടി. ആ ടീച്ചർ അവനെയും അവൻ്റെ ക്ലാസ്സിനെ എല്ലാവരെയും ഭയങ്കരമായിട്ട് വഴക്ക് പറയുന്നു. അത് അവനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. പിന്നെ അവന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ടീച്ചറിൻ്റെ ക്ലാസ് ഉണ്ടെങ്കിൽ അവൻ ചെറുതായിട്ടൊന്ന് ടെൻഷനാവും. ഇത് അമ്മയുടെ അടുത്തൊന്നും പറയാൻ മാത്രമൊന്നുമില്ല, പക്ഷെ അവൻ എന്തോ ഒരു കാരണം കൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് സ്കൂള് എന്ന് പറയുന്ന അവിടെ നിന്ന് പതുക്കെ അത് കുറയാൻ തുടങ്ങി. ഈ ടീച്ചറിൻ്റെ ക്ലാസ്സിൽ വരുമ്പോൾ ആ ടീച്ചർ കയറുമ്പോഴേ അവൻ്റെ മൈൻഡ് ഓഫ് ആവുകയാണ്. അവൻ എന്താ ടീച്ചർ പഠിപ്പിക്കണ ഒന്നും അവന് കേൾക്കാൻ പറ്റണില്ല. ബിക്കോസ് ഹീ സ്കെയർഡ് ഓഫ് ദി ടീച്ചർ. ആ ടീച്ചറും ഇത്തിരി വെറൈറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പം ഓവറോൾ ഈ 4ാം ക്ലാസ് കഴിയുമ്പോഴേക്കും എന്തായിരിക്കും ഈ കൊച്ചിന് പറ്റുക? എനിക്ക് സ്കൂൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്ന കൊച്ച് എന്തിലേക്ക് മാറും? സ്കൂള് വെറുത്ത് ഗൈസ് എന്നുള്ളൊരു മൂഡിലേക്ക് അവനെത്തും. ഇതൊരു കൊച്ചായതുകൊണ്ടാണ് ആ കൊച്ചിന് അത് എന്താണെന്ന് മനസ്സിലാക്കാനും അത് പറഞ്ഞു കൊടുക്കാൻ ചിലപ്പോൾ പാരൻസിനോട് പറയാത്തതുകൊണ്ട് അവൻ അത് തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യും. 5th സ്റ്റാൻഡേർഡിലും അവൻ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. 7th സ്റ്റാൻഡേർഡിലും 8th and 9th 10th പോകുമ്പോഴൊക്കെ പൊതുവേ സ്കൂള് എന്ന് പറയുമ്പം അവൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തായി? ഒരു പേടി, ഒരു ഇഷ്ടമില്ലായ്മ ഒക്കെ വരാൻ തുടങ്ങും. ഇതെല്ലാത്തിൻ്റെയും ഒരു റൂട്ട് കോസ്, ഒരു മുള്ളു കുത്തുമ്പോഴാണ്. ഒരാൾ കാലിൽ മുള്ളു കുത്തി അയാൾ ചിലപ്പോൾ ഇങ്ങനെ കാലൊക്കെ ഇങ്ങനെ വളങ്ങിയായിരിക്കും നടക്കുക. അപ്പം നമ്മൾ പറയരുത് അയാൾ വളങ്ങി നടക്കുന്ന ആളാണെന്ന്. അയാൾ ആക്ച്വലി അയാളുടെ പ്രശ്നം അയാളുടെ കാലിൽ മുള്ളു കുത്തിയതാണ് അയാളുടെ പ്രശ്നം. അപ്പം നമ്മൾ ആക്ച്വലി അയാളെ ഹെൽപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ക്രച്ചസ് കൊടുത്തിട്ടാണോ അയാളെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ഒരു വടി കയ്യിൽ കൊടുത്തിട്ടാണോ ഹെൽപ്പ് ചെയ്യേണ്ടത്? അല്ല. ആ മുള്ളു മാറ്റിയാൽ അയാൾ താനെ നേരെ നടക്കാൻ തുടങ്ങും. ഇത് തന്നെയാണ് ടെമ്പറമെൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വരുന്നത്. ടെമ്പറമെൻറ്റ് ഇസ് ദ പ്രിഡോമിനൻറ്റ് ഫീലിംഗ്. അതായത് നമ്മുടെ മനസ്സിൽ നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരു പ്രിഡോമിനൻറ്റ് ഫീലിംഗ്, ഒരു പ്രിഡോമിനൻറ്റ് ഇമോഷൻ, ഒരു പ്രിഡോമിനൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് എ പേഴ്സണിനെയാണ് ടെമ്പറമെൻറ്റ് എന്ന് പറയുന്നത്. സോ
എ ലോട്ട് ഓഫ് പീപ്പിൾ സേ ഈ കൊച്ചിൻ്റെ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ ഒരു ട്രിഗർ ഇവൻറ്റ് ഉണ്ടായിട്ടുണ്ട്. എപ്പോഴും ഒരാളുടെ ടെമ്പറമെൻറ്റ് മാറാൻ ഒരു ട്രിഗർ ഇവൻറ്റ്, വെറുതെ നമ്മൾ ടെമ്പറമെൻറ്റ് മാറില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവും. ഇപ്പോൾ ഈ കൊച്ചിൻ്റെ കാര്യത്തിൽ എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്? മേ ബി ആ പാരൻസ് കണ്ടുപിടിക്കണം. എല്ലാ ദിവസവും സ്കൂളിൽ പോകാൻ എക്സൈറ്റ്മെൻ്റ് ഉള്ളവൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റിട്ട് എനിക്കിന്ന് പോകണ്ട, ഒരു ദിവസം പറഞ്ഞാൽ ഓക്കെ, അടുപ്പിച്ച് കുറേ നാളായിട്ട് ഒരു 1 വീക്കായിട്ട് എനിക്ക് വേണ്ട, എനിക്ക് വയ്യ, എനിക്ക് വയറുവേദനയാണ്, തലവേദനയാണ് എന്ന് പറയുമ്പോൾ പാരൻസ് മനസ്സിലാക്കേണ്ടത് അവന് തലവേദനയും വയറുവേദനയൊന്നും അല്ല, അവനെ എന്തോ അലട്ടുന്നുണ്ട്. എന്തോ ഒരു കാരണം കൊണ്ട് അവന് സ്കൂളിൽ പോകാൻ തോന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും സില്ലി റീസൺ ആയിരിക്കും. ആ റീസൺ എന്താണെന്ന് നിങ്ങൾ തുടക്കത്തിലേ കണ്ടുപിടിച്ചാൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു ടു ഫിക്സ് ഇറ്റ്. പക്ഷെ ചില പാരൻസ് ആവട്ടെ, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നറിയോ, കുറേ നാൾ അത് മൈൻഡ് ചെയ്യാണ്ട് വിടും. പിന്നെ അവന് പൊതുവേ സ്കൂളിൽ പോകാൻ ഇഷ്ടമില്ലാത്തവനാ എന്നങ്ങോട്ട് പറഞ്ഞു കളയും. ആൻഡ് ഇറ്റ് ബിക്കംസ് പാർട്ട് ഓഫ് അവർ പേഴ്സണാലിറ്റി. യു അണ്ടർസ്റ്റാൻഡ്? നമ്മളാരും ഒരു പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഇമോഷനോ ഒരു നെഗറ്റീവ് ഇമോഷനായിട്ട് ജനിക്കുന്നവരല്ല. ഇതെല്ലാം നമുക്ക് വരുന്നതാണ് ഡ്യൂ ടു ആർ സർക്കംസ്റ്റാൻസസ്, ഡ്യൂ ടു ആർ എക്സ്പീരിയൻസസ്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിലൂടെ നമുക്ക് കിട്ടുന്നതാണ്. ചിലപ്പോൾ ഒരു ബിഹേവിയറൽ പാറ്റേൺ ആയിരിക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഒരു ടെമ്പറമെൻറ്റിലേക്ക് നമ്മളെ എത്തിക്കുന്നത്. സോ another thing I want to talk about is what is temperament. See, temperament is something, നമ്മൾ പറയില്ലേ അവൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. നിങ്ങൾ എത്ര പേര് ഷോർട്ട് ടെമ്പേർഡ് ആൾക്കാരെ കണ്ടിട്ടുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഷോർട്ട് ടെമ്പേർഡ് എന്ന് വെച്ചാൽ എന്താണ് ദർശ? പെട്ടെന്ന് ദേഷ്യം വരും അവന്, കാരണമൊന്നുമില്ല. സാധാരണ ഇപ്പോൾ ഒരാളുടെ കാലിൽ അറിയാണ്ട് നമ്മളൊന്ന് ചവിട്ടിയാൽ അവൻ പറയും അയ്യോ എന്താടാ, സോറി കുഴപ്പമില്ല എന്താ പറയും. ഷോർട്ട് ടെമ്പേർഡ് ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണെന്ന് അറിയോ, ഏയ് എന്താടാ നോക്കി നടക്കടാ, നീ കണ്ടില്ലേ നിൻ്റെ മുഖത്ത് എന്ന് പറയും. സത്യമാണോ അല്ലേ? പോടാ അങ്ങോട്ട് എന്ന് പറയും. അവൻ സോൾവ് ചെയ്യാണ്ടത് അങ്ങോട്ട് പോയി കളയും. ചവിട്ടിയവനാലേക്ക് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലോ ചെയ്തേ എന്ന് ആലോചിക്കും. നമ്മൾ വിചാരിക്കും അവൻ്റെ അടുത്ത് മാത്രമാണെന്ന്. അവൻ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും, ഓഫീസിലും ഇങ്ങനെ ആയിരിക്കും, സ്കൂളിലാണെങ്കിൽ സ്കൂളിലും ഇങ്ങനെ ആയിരിക്കും, കോളേജിൽ ഇങ്ങനെ ആയിരിക്കും, ഗേൾ ഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ ആയിരിക്കും. ഗേൾ ഫ്രണ്ട് ചിലപ്പോൾ തമാശയ്ക്ക് ഒരു ബിസ്ക്കറ്റ് പൊട്ടിച്ചിട്ട് അവൻ്റെ വായിൽ ആന്ന് വയ്ക്കാൻ പോകും. അപ്പോൾ അവൻ ആന്ന് പറയും. വായിൽ വയ്ക്കാണ്ട് തമാശയ്ക്ക് അവൾ തിന്നാൽ നിന്നോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് എന്നെ പ്രാങ്ക് ചെയ്യരുത്, എനിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് പറയും. ചേട്ടാ ഞാൻ തമാശയ്ക്ക്, എനിക്കതൊന്നും ഇഷ്ടമല്ല, അതിന് വേറെ ആളെ നോക്കണം, എൻ്റെ അടുത്തുള്ള എന്ന് പറഞ്ഞോളൂ. ഇത് ഷോർട്ട് ടെമ്പേർഡ്. ഓക്കെ, ഇതെന്തിനാ ഇത്ര അവർ ദേഷ്യപ്പെടണേന്ന് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇതിനെല്ലാം ഒരു കഥയുണ്ട്. ഇവർ ജനിച്ചപ്പോഴേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 1 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ആവും? ഏതെങ്കിലും 1 വയസ്സുള്ള ഷോർട്ട് ടെമ്പേർഡ് കൊച്ചിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? 1 വയസ്സുള്ള ഷോർട്ട് ടെമ്പേർഡ് കുട്ടി നിങ്ങൾ ആലോചിച്ചോ, സമയമെടുത്ത് ആലോചിച്ചോ. ഓക്കെ, 2 വയസ്സുള്ള കണ്ടിട്ടുണ്ട്. 2 വയസ്സിൽ ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള പിള്ളേരെ നമ്മൾ കാണാൻ ചാൻസ് ഇല്ല. എപ്പോഴോ ഒരു ടൈമിലാണ് ഇവർ ഷോർട്ട് ടെമ്പേർഡ് ആയത്. ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്നത് ഒരു ഇമോഷനിൽ സ്റ്റക്കായിപ്പോയ ആൾക്കാരാണ്. ഷോർട്ട് ടെമ്പേർഡ് മാത്രമല്ല, എനി കൈൻഡ് ഓഫ് ടെമ്പറമെൻറ്റിൽ സ്റ്റക്കായി പോയാൽ അവരെയാണ് അങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റി ആയിട്ട് മാറുന്നത് നമ്മൾ കാണുന്നത്. ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു എക്സാമ്പിൾ പറയാം. ഇതൊക്കെ ഇമാജിനറി ആയിട്ടോ. ഒരു കുട്ടി, ഷീ വാസ് വെരി ക്ലോസ് ടു ഹർ ഗ്രാൻഡ് മദർ. ഭയങ്കര ക്ലോസാണ്. അമ്മൂമ്മയുടെ കൂടെയാണ് വളർന്നത്, പഠിക്കുന്നതും. അമ്മൂമ്മയുടെ കൂടെ സ്കൂളിൽ നിന്ന് വന്നാൽ ഫസ്റ്റ് അമ്മൂമ്മയുടെ അടുത്താണ് എല്ലാം പറയുക. കുട്ടി ഭയങ്കര ക്ലോസാണ്. അമ്മൂമ്മ എന്ന് വെച്ചാൽ അവൾക്ക് അമ്മൂമ്മയാണ് അമ്മ, അങ്ങനത്തെ ഒരു കൊച്ച്. ഇവള് സ്കൂളിൽ 11th 12th പഠിക്കുമ്പോൾ അമ്മൂമ്മ വയ്യാണ്ടാവുന്നു. 12th പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മൂമ്മ മരിച്ചു പോവാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായി. അതായത് അവൾക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് അവൾ വിഷമിച്ച്. അമ്മൂമ്മ മരിച്ച സമയത്ത് എല്ലാവർക്കും സങ്കടമായി, വീട്ടിലെല്ലാവരും സങ്കടത്തിലായിരുന്നു.
എല്ലാവരും കരഞ്ഞു. അമ്മൂമ്മയുടെ ഫ്യൂണറൽ കഴിഞ്ഞു, എല്ലാവരും കഴിഞ്ഞു. ഇവളധികം കരഞ്ഞിട്ടില്ല. ബിക്കോസ് ഇവള് അത് വിശ്വസിക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ കരഞ്ഞു. ഇവളും നോർമലായിട്ട് എല്ലാവരെയും പോലെ ബിഹേവ് ചെയ്തു. പക്ഷേ ഒരാഴ്ചയായിട്ടും ബാക്കി എല്ലാവരും നോർമൽ ലൈഫിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴും ഈ കൊച്ച് പാവം അപ്പോഴും അമ്മാമ്മയുടെ ആ സങ്കടത്തിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. രാവിലെ എഴുന്നേക്കും, അമ്മാമ്മേനെ ഓർക്കും. അവൾ അന്നത്തെ ദിവസം ഇങ്ങനെ ഡൗൺ ആവും. സ്കൂളിൽ പോകാൻ തുടങ്ങി. അധികം ലീവൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞ് ആദ്യമൊക്കെ അവളുടെ ഫ്രണ്ട്സ് അവളെ ഒന്ന് എടി ജോളിയായിട്ടിരിക്കടി, കുഴപ്പമില്ല, പറ്റിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും, അമ്മാമ്മ ഇപ്പം നിന്നെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഫ്രണ്ട്സ് അവളെ ഹാപ്പി ആക്കാനൊക്കെ നോക്കി. സെക്കൻഡ് വീക്കും ആയി. അവൾ ശരിക്കും ഹാപ്പി ആയിട്ടില്ല. ഇപ്പോഴും ആ ഒരു ഇതിലാണ്. ഒരു മാസമായി. അപ്പോൾ എല്ലാവരും ആദ്യം പറഞ്ഞത് അതിൻ്റെ വേർഡാണ് മൂഡ്. അവളൊരു ചീത്ത മൂഡിലാണ്, അവളൊരു സാഡ് മൂഡിലാണ് എന്ന് പറയും. അതായത് ഒരു ഫ്യൂ വീക്സ് ആണ് ഇതിപ്പം ഈ മൂഡിൽ അവൾ നിന്ന് സ്റ്റക്കായി നിൽക്കുന്നതെങ്കിൽ ഇറ്റ്സ് കോൾഡ് എ മൂഡ്. ഇനി ഇതേ കുറച്ച് മാസങ്ങളോളം ആണെങ്കിൽ അതിനെയാണ് ടെമ്പറമെൻ്റ് എന്ന് പറയുന്നത്. ഒരു സാഡ് ടെമ്പറമെൻ്റ് ഉള്ള ഒരു കുട്ടിയാണ് എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങും. പിന്നെ അവളുടെ ഫ്രണ്ട്സ് പൊതുവേ അവൾ രാവിലെ വരുമ്പോൾ തന്നെ വന്നല്ലോ, ഏത് നേരവും ഡള്ള എന്ന് പറയും. ഇതേ സ്കൂൾ കഴിഞ്ഞ് അവൾ കോളേജിൽ പോകുമ്പോഴും ഇത് ഹീലായിട്ടില്ലെങ്കിൽ പുതിയതായിട്ട് അവളെ കാണുന്ന ആൾക്കാർ പറയും അതൊരു ഡള്ള് കൊച്ചാന്ന് പറയും. എപ്പോഴും സങ്കടത്തിലാണ്, അധികം മിണ്ടാറില്ല എന്നൊക്കെ പറഞ്ഞ് ഫ്യൂ ഇയേഴ്സ് ലേറ്റർ ദാറ്റ് ബിക്കെയിം പാർട്ട് ഓഫ് എ പേഴ്സണാലിറ്റി. യു അണ്ടർസ്റ്റാൻഡ്? കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് മൂഡ്. കുറച്ചുകൂടി നാളാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ടെമ്പറമെൻറ്റ്. ഫോർ എ പ്രൊലോങ്ഡ് പീരിയഡ് മീൻസ് അത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ഹാബിറ്റായി ആൻഡ് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് യുവർ പേഴ്സണാലിറ്റി നൗ. സോ ഈ കൊച്ചിനെ ഒരു സാഡ് പേഴ്സണാലിറ്റി എന്ന് നമുക്ക് ഇനി വിളിക്കാൻ പറ്റുമോ? ഈ കഥ അറിയുന്ന ഒരാൾക്ക് നമുക്ക് ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ സാഡ് പേഴ്സണാലിറ്റി? അല്ല. ഷീ ജസ്റ്റ് ഡിഡ് നോട്ട് ഹീൽ. അതിൽ നിന്ന് പുറത്ത് വരാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അതാരെങ്കിലും കറക്റ്റായിട്ട് അവളെ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ, അവളെ സംസാരിച്ചു അതിൽ നിന്ന് പുറത്ത് കൊണ്ടുവരാൻ ഒന്ന് ട്രൈ ചെയ്തിരുന്നെങ്കിൽ മേ ബി ടുഡേ ഷീ വുഡ് ഹാവ് ബിൻ ആൻ എക്സലൻറ്റ് കമ്മ്യൂണിക്കേറ്റർ, എക്സലൻറ്റ് ഹാപ്പി വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു കൊച്ചായിരുന്നു. സോ വാട്ട് ഡു യു മീൻ ചേച്ചി? എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഒന്ന് പുറത്തു വരാൻ പറ്റുന്നത്? എങ്ങനെയാണ് പറ്റും. ഇറ്റ്സ് കോൾഡ് ബ്രേക്കിംഗ് ദാറ്റ് ഇമോഷണൽ പാറ്റേൺ. ഇപ്പം കാലിലൊരാൾ ചവിട്ടിയാൽ എത്ര നേരം നിങ്ങൾ ആന്ന് പറയും? 3 മാസം പറയൂ? എത്ര പറയൂടാ അക്ഷയ്? നിൻ്റെ കാലിൽ ഞാനിപ്പോൾ ചവിട്ടി, അറിയാണ്ടാ ചവിട്ടിയത്, നല്ല ബൂട്ട്സ് ഇട്ടാ ചവിട്ടിയതെന്ന് വെച്ചോ, എത്ര നേരം നീ ഒച്ചയിടും? ഒരു ആവറേജ് ഒച്ച ഉണ്ടല്ലോ. വേണമെങ്കിൽ 1 മണിക്കൂർ നിനക്ക് വേദന ഉണ്ടാവും, പക്ഷെ ഒച്ച നീ എത്ര നേരം ഇടും? അത്രേ ഉള്ളൂ. ഇതേപോലെ ഓരോ ഫീലിങ്സിനും നമുക്കൊരു ഇമോഷണൽ ടൈമിംഗ് ഉണ്ട്, നമുക്കൊരു നാച്ചുറൽ ടൈമുണ്ട്. അതായത് നമുക്കൊരാൾ നമ്മളെ വിട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് അതങ്ങോട്ട് ഞാൻ പോകുന്നില്ല, അതൊക്കെ ഡീപ്പാണ്. ബ്രേക്കപ്പൊക്കെ ആകുമ്പോൾ ഭയങ്കര സമയം എടുക്കും കേട്ടോ. അത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എത്ര ലവ് ആണോ, എത്ര ഡീപ്പ് ലവ് ആണോ. ചിലവരൊക്കെ ബ്രേക്കപ്പായി അടുത്ത ദിവസം ഗോവയ്ക്ക് പോണവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രേക്കപ്പ് ആവുമ്പോൾ എല്ലാവർക്കും അവരവരുടെ ടൈം എടുക്കും. ഓക്കെ, ഇപ്പം ചിലപ്പോൾ 2 പേര് ബ്രേക്കപ്പായി, ഒരാൾ പെട്ടെന്ന് മൂവ് ഓൺ ആയി, ഒരാളിങ്ങനെ പതുക്കെ 2 വർഷമായിട്ട് മൂവ് ഓൺ ആയിട്ടില്ല. ഓരോ ഇമോഷനും ദർ ഇസ് എ ടൈം ലൈൻ ഫോർ മോർണിംഗ്, ടൈം ലൈൻ ഫോർ ഇമോഷൻ ഉണ്ട്. ഇപ്പം ദേഷ്യമാണെങ്കിൽ അതെ, ഇപ്പോൾ ഒരാളായിട്ട് ചെറിയൊരു പിണക്കമുണ്ടെങ്കിൽ 2-3 ദിവസം മാക്സിമം വെക്കാവുള്ളൂ. അതിനുശേഷം ബ്രേക്ക് ദാറ്റ് പാറ്റേൺ. നിങ്ങളത് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഇമോഷനുള്ളത് അഡ്രിനാലിൻ, കോർട്ടിസോൾ എന്നൊക്കെ പറയുന്ന ഹോർമോൺസ് നമ്മുടെ ബോഡി ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങും. ഇത് ആക്ച്വലി ഒരു പരിധിക്കപ്പുറം നമ്മുടെ ബോഡിക്ക് നല്ലതല്ല. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ യുവർ ബോഡി. ഈ കോർട്ടിസോൾ എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് അസിഡിക് ഇൻ നേച്ചർ. കോർട്ടിസോൾ കുറേ ബോഡിയിൽ വരുമ്പോൾ നമുക്ക് നെക്ക് പെയിൻ വരും, നമ്മുടെ നടുവൊക്കെ വേദന എടുക്കാൻ തുടങ്ങും. യുനോ, ബിക്കോസ് ദാറ്റ് ഹോർമോൺ മേക്സ് യുവർ ബോഡി അൺകംഫർട്ടബിൾ. ബിക്കോസ് ബേസിക്കലി അഡ്രിനാലിൻ, കോർട്ടിസോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത് തന്നെ
പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഹോർമോൺസ് ആയിരുന്നു. പണ്ടൊരു പുലിയോ അല്ലെങ്കിൽ ഒരു ആനയോ ഒക്കെ വരുമ്പോൾ അവിടെ നിന്ന് ഓടി ചാടി രക്ഷപ്പെടാനുള്ള എനർജി തരുന്ന കെമിക്കൽസാണിത്. നമ്മുടെ ബോഡി തന്നെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തരുന്നതാണ്. പക്ഷേ ഇന്ന് സിറ്റിയിൽ ജീവിക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇമോഷൻ വരുമ്പോൾ ഇതേ സാധനമാണ് നമുക്ക് തരുന്നത് ബോഡി. പക്ഷേ ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ബോഡിയിൽ വെച്ചുകൊണ്ടിരുന്നാൽ വി ആർ നോട്ട് യൂസിങ് ഇറ്റ്. ഇറ്റ്സ് ഓൺലി ഗോണ ക്രിയേറ്റ് ട്രബിൾ ഫോർ അവർ ബോഡി. സോ നമ്മളിത് കോൺഷ്യസ് ആയിട്ട് മാത്രമേ നമ്മുടെ പേഴ്സണാലിറ്റീനെ മാറ്റാൻ പറ്റൂ. സോ ദർ ആർ സർട്ടൻ പേഴ്സണാലിറ്റി. ഇപ്പം നമുക്കറിയാമല്ലോ നമ്മുടെ പേഴ്സണൽ റിയാലിറ്റി. എവറിബഡി സേസ് ഐ വോണ്ട് ടു ചേഞ്ച് മൈ ഫ്യൂച്ചർ, ഐ വോണ്ട് ടു ബിക്കം ദിസ്, ഐ വോണ്ട് ടു ഡൂ ദിസ്, ഐ വോണ്ട് ടു ബി ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് യുവർ റിയാലിറ്റി. യു വോണ്ട് ടു ചേഞ്ച് ദാറ്റ് റിയാലിറ്റി, then you have to change your personality. The only way you can do that is by changing your personality. How can you change your personality? How can you change it? You have to put in effort. You have to break some patterns. ഇപ്പം നിങ്ങൾ സ്ഥിരം ഒരു ഷോർട്ട് ടെമ്പേർഡ് ആളാണെങ്കിൽ, അല്ലെങ്കിൽ എപ്പോഴും സങ്കടത്തിലിരിക്കുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇമോഷനിൽ നിങ്ങൾ സ്റ്റക്കാണോ എന്ന് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. And if you are, try to break that pattern. Definitely it will be disturbing, irritating initially. ഇപ്പം നമ്മൾ ഇരുട്ട് റൂമിലിരിക്കുക, സുഖമായിട്ട് ഇരുട്ടത്തിരുന്നോണ്ടിരിക്കുക, പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് ഈ ട്യൂബ് ലൈറ്റ് ഇടും. അവന് ബുക്ക് തപ്പാനത്രേ രാത്രി 3 മണിക്ക്. കണ്ടിട്ടില്ലേ? ചാർജർ തപ്പാനെന്നും പറഞ്ഞിട്ട് ഒരുത്തം വരും. ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്നവർക്കറിയാം, 11 പേര് ഉറങ്ങണ റൂമായിരിക്കും. ഒരുത്തനും അപ്പം അവൻ്റെ ഫോണിൽ ചക്കരേ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഫോൺ ഓഫായിപ്പോയി. അവൻ മറ്റേ ക്യാൻറ്റീനിലിരുന്നാണ് മിണ്ടിയത്. ചാർജർ എവിടെയാ? പാവം ഇവന്മാരൊക്കെ ഉറങ്ങുന്ന റൂമിൽ ചാർജർ തപ്പം വരും. അത് അവൻ്റെ ചാർജറല്ല, അവന് ചാർജർ ഇല്ലല്ലോ. ചാർജർ ഗേൾഫ്രണ്ടിന് ഗിഫ്റ്റായിട്ട് കൊടുത്തിരിക്കുക. അപ്പോൾ അവൻ ആരെങ്കിലും ചാർജർ വേണം. അപ്പോൾ അവർ ലൈറ്റ് ഇടുമ്പോൾ ഇവന്മാർ എടാ ലൈറ്റ് ഓഫ് ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ എടാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് ഇതെടുത്തിട്ട് ഓഫ് ചെയ്യും. അപ്പോൾ അവർ പിന്നെ നോർമലാവും എന്ന് പറയും. ഇത് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞത് ഇരുട്ടുന്ന് വെളിച്ചത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്നൊരു ഇറിറ്റേഷനാണ്. ഇതേപോലത്തെ ഇറിറ്റേഷനായിരിക്കും നിങ്ങൾ നോർമലി ഫീൽ ചെയ്യുന്ന ഫീലിങ്സ് എന്ന് നിങ്ങൾ നല്ല പ്രകാശമുള്ള നല്ല പോസിറ്റീവ് ഫീലിങ്സ് റിപ്ലേസ് ചെയ്യുമ്പോഴും നെഗറ്റീവ് ഫീലിങ്സ് ഇത് തന്നെ പറയും. നെഗറ്റീവ് ഫീലിങ്സ് എന്ന് പറയുന്നത് അത്ര ഈസി അല്ല കളയാൻ. അവർ നമ്മുടെ കൂടെ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ വി ഗെറ്റ് അഡിക്റ്റഡ് ടു ഇറ്റ്, വി ഗെറ്റ് കംഫർട്ടബിൾ വിത്ത് ഇറ്റ്. അപ്പം ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിങ്ങിനെ റിപ്ലേസ്. ഇപ്പോൾ ആങ്കർ എന്ന് പറയുമ്പം അതിൻ്റെ പോസിറ്റീവ് ഓപ്പോസിറ്റ് ഇറ്റ് കുഡ് ബി കാംനെസ്, ഇറ്റ് കുഡ് ബി പേഷ്യൻസ്, ഇറ്റ് കുഡ് ബി ലവ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്ഥിരം നമ്മൾ ദേഷ്യപ്പെടുന്ന സിറ്റുവേഷനിൽ ഇനി തൊട്ട് നമ്മൾ സ്നേഹം അല്ലെങ്കിൽ അതിനെ റിപ്ലേസ് ചെയ്യേണ്ടത് കാമായിട്ട് പേഷ്യൻസോടെ ഒരാളെ ഡീൽ ചെയ്യാന്ന് വെച്ചാൽ അത് ഭയങ്കര ടഫായിരിക്കും ആദ്യമൊക്കെ. പക്ഷെ അത് ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? സോ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് യുവർ പേഴ്സണാലിറ്റി, ഡെഫിനറ്റ്ലി യു ഹാവ് ടു ചേഞ്ച് ദ വേ യു റിയാക്ട് ടു ദ തിങ്സ് അറൗണ്ട് യു, ദ വേ യു റിയാക്ട് ടു പീപ്പിൾ അറൗണ്ട് യു. യു കാൺ ബി സേയിങ് ഞാൻ മാറൂല പക്ഷെ എൻ്റെ ജീവിതം മറിയണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇഫ് യുവർ ലൈഫ് ഹാസ് ടു ചേഞ്ച്, നിങ്ങൾ ഫസ്റ്റ് മാറണം. ഇവിടെ ആദ്യമായിട്ട് നമ്മുടെ പാരയായിട്ട് നിൽക്കാൻ പോണ ആരാന്നറിയാം? നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുള്ളൂ. നീ എന്ത് ആവശ്യമില്ലാണ്ട് ഇപ്പം ചിരിക്കണോ? നീ എന്ത് കുറച്ച് ഓവർ സന്തോഷമാണല്ലോ നിനക്ക്? എൻ്റെ അടുത്തൊക്കെ ചോദിക്കിച്ചല്ലോ എപ്പോഴും എങ്ങനെയാണ് ഓവർ ഞാൻ അതെ കണ്ണ് വെക്കല്ലേട്ടാ, കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതൊക്കെ. ചില സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് സന്തോഷിക്കണം. ഈസി ആയിട്ട് സങ്കടം വരുന്നതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അതിൻ്റെ അഹങ്കാരം. എനിക്ക് എപ്പോഴും സങ്കടമാണ്, അതൊരു ഇമോഷനാണ്. സോ ഐ എം ടെല്ലിങ് യു ബി ഹാപ്പി. എനിക്ക് പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് ഈസി ടു ബി സാഡ്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ബി പോസിറ്റീവ്. യു നോ ദാറ്റ്? ഇറ്റ് ടേക്സ് എ ലോട്ട്. ഇപ്പം നമ്മൾ പറയില്ലേ, ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യുന്നവരോട് എനിക്കൊരു സ്പെഷ്യൽ ഭയങ്കര റെസ്പെക്റ്റ് എനിക്ക്. എന്താ വെച്ചാൽ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഗോ ടു ദ ജിം. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഡു ഡയറ്റ്. ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ഈവൻ ഗെറ്റ് ഔട്ട് ഓഫ് ദ ബെഡ് ജിം എത്തണ വരെ. അതേപോലെയാണ് നമ്മുടെ പേഴ്സണാലിറ്റീനെ നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ
നമ്മുടെ പേഴ്സണാലിറ്റീനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ കുറേ ചാലഞ്ചസ് വരും. നമുക്ക് അകത്ത് തന്നെ നമ്മുടെ അകത്ത് ഇൻറ്റേർണൽ കോൺഫ്ലിക്ട്സ് വരും. ബിക്കോസ് വർഷങ്ങളായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പേഴ്സണാലിറ്റിയിൽ നിൽക്കുമ്പോൾ പുതിയൊരു പേഴ്സണാലിറ്റി, അതും ബെറ്റർ കേട്ടോ, വി ആർ ബിക്കമിങ് ബെറ്റർ. സോ വെൻ വി ആർ ഇവോൾവിങ്, ബിക്കമിങ് ബെറ്റർ, ഒബ്വിയസ്ലി നമ്മുടെ പഴയ കുറേ ട്രേറ്റ്സ് നമ്മളോട് ഒട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കും. പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത പോലെ ചിലപ്പോൾ നമ്മൾ മാറും. പക്ഷേ ഫ്രണ്ട്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ പഴയ പേഴ്സണാലിറ്റി നിങ്ങൾ മാറ്റാണ്ടിരിക്കരുത്. നിങ്ങളുടെ അകത്ത് വരുന്ന നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ അവരത് അപ്രീഷിയേറ്റ് ചെയ്യും, അതവർ വെൽക്കം ചെയ്യും, അതവർ എൻകറേജ് ചെയ്യും. കറക്റ്റ് അല്ലേ അന്ന വാട്ട് ഐ ആം സെഡ്? അതായത് നിങ്ങളുടെ അകത്തുള്ള മാറ്റം, ഇപ്പോൾ എപ്പോഴും അധികം മിണ്ടാണ്ട് ഭയങ്കര ക്വയറ്റായിട്ട് ഒരു ഗ്രൂപ്പിൽ അവനുണ്ടോയെന്ന് തന്നെ അറിയാത്തൊരു പയ്യനാണ് നിങ്ങളുടെ പേഴ്സണാലിറ്റി. അങ്ങനെയാണെങ്കിൽ ഡോണ്ട് സേ ഞാൻ ഇങ്ങനെയാ, ഇനി ജീവിതകാലം മുഴുക്ക ഞാൻ ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കണ്ട. നാളെ തൊട്ട് കുറച്ച് എഫേർട്ട് ഇടുക. എഫേർട്ട് എന്ന് വെച്ചാൽ ഒരു റൂമിൽ പോയാൽ ഹായ് എന്ന് ഒച്ചത്തിലൊക്കെ പറയുക. ചിലപ്പോൾ ആദ്യം പറയുമ്പോൾ ഒരു ചമ്മലൊക്കെ വരും. ബിക്കോസ് നമുക്കിത് പുതിയൊരു പുതിയ അനുഭൂതിയല്ലേ. അപ്പോൾ തിരിച്ച് ഒരാൾ ഹായ് പറയും, പേരെന്താ, പേര് എല്ലാവരോടും സോഷ്യലൈസ് ചെയ്യുക, ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ പഠിക്കുക. കറക്റ്റായിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കണേ. പലരും ഷേക്ക് ഹാൻഡ് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തിട്ട് 2 വിരലിലൊക്കെ കൊടുത്തിട്ട് പോകണതാണ്. അങ്ങനെയല്ല, ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ഇസ് എ വേ ഓഫ് ഷോയിങ് യുവർ കോൺഫിഡൻസ്, ഹൗ ബ്യൂട്ടിഫുള്ളി. ഒന്ന് ഷേക്ക് ഹാൻഡ് തന്നെടാ. അപ്പം ചിലർ ഹലോ, ഇത് പൂച്ചക്കുട്ടിയാ. പിന്നെ ചിലർ കഴിയും ഹലോ, അവൾക്ക് പിന്നെ കൈ ആവശ്യമുണ്ട് കേട്ടോ. ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പം ഇറ്റ് ഷുഡ് ബി ഫേം, ഇങ്ങനെ വയ്ക്കുക. ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്മുടെ ശക്തി തെളിയിക്കാനുള്ള സ്ഥലമല്ല. ഷേക്ക് ഹാൻഡ് കൊടുക്കുക, 3 പ്രാവശ്യം മാക്സിമം ചെയ്യുക, കൈ വിടുക. ചിലവർ ആ കൈയും കൊണ്ട് പോവും. 3 മിനിറ്റാണ് സംസാരിച്ചത്, 3 മിനിറ്റ് എൻ്റെ കൈ ഇങ്ങനെ. അപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുക. ഇതൊക്കെ ഞാൻ മറ്റേതൊന്ന് ഡൈവേർട്ടായി പോയതാണ്. എന്തായാലും ഇപ്പോൾ ഷേക്ക് ഹാൻഡ് കൊടുത്തു. അവൻ്റെ പേഴ്സണാലിറ്റിയിൽ നിന്ന് മാറിയാണ് അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ ആൾക്കാരായിട്ട് സംസാരിക്കുന്നു. അവൻ പെട്ടെന്നാണ് അവൻ റിയലൈസ് ചെയ്തത്, കൊള്ളാലോ ഇത്, ഐ എം ബിക്കമിങ് മോർ സോഷ്യൽ. ഫസ്റ്റ് ഡേ തന്നെ അവൻ അവിടുത്തെ എല്ലാവരുടെയും ഫ്രണ്ട് ആവേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് ഡേ തന്നെ ഹി ഡസൻറ്റ് ഹാവ് ടു, ഹി ജസ്റ്റ് ഹാസ് ടു ടേക്ക് വൺ സ്റ്റെപ്പ് ഫോർവേഡ്. എന്നേലും ഇന്നത്തെ ഞാൻ ഒരിച്ചിരി ബെറ്ററായോ അത്രയും നോക്കിയാൽ മതി. അടുത്തത് നാളെ ചെയ്താൽ മതി, അല്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റിയിൽ അത് ചെയ്താൽ മതി. ദിസ് ഈസ് ഹൗ യു ചേഞ്ച് യുവർ പേഴ്സണാലിറ്റി. പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി സ്ലോ ആൻഡ് സ്റ്റഡി പ്രോസസ്സ്. ഫോർ ദാറ്റ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വീക്ക് പോയിൻറ്റ്സ് ആയിട്ട് നമുക്ക് തന്നെ അറിയാമായിരിക്കും. എൻ്റെ വീക്ക്നെസ് എന്താണ്, ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ അത് ഞാൻ പിന്നെ ചെയ്യില്ല. പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും. അതായത് ഇന്നൊരു കാര്യം ചെയ്യാനുണ്ടായിരിക്കും, അല്ലെങ്കിൽ എക്സാം 1 മാസത്തിലാണ് എക്സാം. ഞാൻ ആദ്യം പറയും 1 മാസം ഉണ്ടല്ലോ, 28 ദിവസം കിടക്കില്ലേ, ഇനി 25 ദിവസമേ ബാക്കിയുള്ളൂ. അപ്പോൾ പറയും 25 ദിവസം ഉണ്ടല്ലോ, ചെയ്യാം. ഇപ്പം മറ്റേ 3 ചാപ്റ്റർ അതൊക്കെ സത്യം പറഞ്ഞാൽ അത്ര ദിവസം വേണ്ട. കുറച്ച് ദിവസം നോക്കിയപ്പോൾ 10 ദിവസം ഇനി ബാക്കിയുള്ളൂ. അവൻ തുടങ്ങിയിട്ടില്ല അവൻ പഠിക്കാൻ. പക്ഷെ അവൻ അപ്പോഴും ആലോചിക്കുകയാണ് 10 ദിവസമുണ്ട്, 5 ദിവസം ഈ സബ്ജക്റ്റ്, 5 ദിവസം ഇത്. അവൻ പ്ലാൻ ചെയ്തു, ഇനി 5 ദിവസമേ ബാക്കിയുള്ളൂ. അവൻ തുടങ്ങിയിട്ടില്ല പഠിക്കാൻ. അവസാനം എക്സാമിന് 2-3 ദിവസം മുമ്പ് തലകുത്തി കരഞ്ഞ് അമ്മയുടെ വായിലിരിക്കുന്നതും കേട്ട് അവൻ പഠിക്കാൻ ഉറങ്ങാണ്ട് പോയി. എക്സാമിൻ്റെ സമയത്ത് ആദ്യത്തെ ചോദ്യം എടുത്തിട്ട് എഴുതിയിട്ട് അവൻ അവിടെ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ ഇതൊരു പേഴ്സണാലിറ്റിയാണ്. ഇപ്പം ഞാൻ ഈ പറഞ്ഞതാണ് എൻ്റെ കഥയാട്ടോ. അത് എന്നുവെച്ചാൽ അത്ര ഫീലിങ്സോടെ എനിക്ക് പറയണമെങ്കിൽ ഇതെൻ്റെ സത്യകഥയായതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ ലാസ്റ്റ് മിനിറ്റ് വരെ പഠിക്കില്ല. അപ്പോൾ എൻ്റെ വിചാരം ഇതൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത്രയും നാൾ ഞാൻ സ്കൂളിൽ പോയില്ല, ക്ലാസ്സിലിരുന്നില്ല, അതൊക്കെ തന്നെയുള്ള ചോദിക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഫുൾ അഹങ്കാരം. കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി മുഴുവൻ ടി വി കാണുക. അന്ന് ഞങ്ങളുടെ വീടെന്ന് വെച്ചാൽ ടി വി താഴെയും മേളിലൊരു ബാൽക്കണി പോലെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് ടി വി കാണാം. ഇവിടെ ഞങ്ങളുടെ റൂം. അപ്പോൾ എഴഞ്ഞ് മമ്മിയുടെ വിചാരം ഞങ്ങൾ പഠിക്കുക അല്ലെങ്കിൽ ഉറങ്ങാമെന്നായിരിക്കും. എഴഞ്ഞ് പോയിട്ട് ബാൽക്കണിയുടെ അവിടെ നിന്ന് ഇങ്ങനെ വല്ല സീരിയലോ എന്തെങ്കിലും വല്ല ദൂരദർശനോ മറ്റോ ആയിരിക്കും. എനിക്ക് എന്താന്ന് പോലും അറിയില്ല. ടി വിയിൽ മമ്മി കാണുന്നത് ഒളിച്ചിരുന്ന് കാണുക.
ഇതൊക്കെയായിരുന്നു എൻ്റെ പണികൾ. എന്തായാലും ദാറ്റ് വാസ് പാർട്ട് ഓഫ് മൈ പേഴ്സണാലിറ്റി. എനിവേ, ഇത് എനിക്കിപ്പോൾ അറിയാം അതൊരു നെഗറ്റീവ് സാധനമാണ്. അങ്ങനെ ചെയ്യാവോ? ഇല്ല. ആക്ച്വലി യു ഷുഡൻ ഡു ദാറ്റ് ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് സ്ട്രെസ്. കറക്റ്റ് അല്ലേ? ലാസ്റ്റ് മിനിറ്റ് പഠിക്കുകയെന്ന് വെച്ചാൽ അനാവശ്യ സ്ട്രെസ്സാണ്. ഉറങ്ങാൻ പറ്റില്ല. ഉറങ്ങാണ്ട് പഠിച്ചതുപോലും നമുക്ക് ശരിക്കും എഴുതാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പേഴ്സണാലിറ്റിയിൽ ഒരു മാറ്റം വരണം. സോ വി ഷുഡ് ടോക്ക് ടു അവർ സെൽഫ്സ്. നമ്മൾ ചെറുപ്പം മുതലേ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമ്മളെ ഉപദേശിക്കാൻ ഒരാൾ വരും. ആരെങ്കിലുമൊക്കെ വരും. ചിലപ്പോൾ രാത്രിയായിരിക്കും ഒരാൾ വരിക. അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ ജീവിച്ചു പോകും. ആരും വരില്ല കേട്ടോ. നമ്മളെ നന്നാക്കാൻ ഫസ്റ്റ് ഓഫ് ഓൾ താല്പര്യമുള്ളതും ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിന്ന് നമ്മളെ ഒരു പുഷ് തരാനൊക്കെ പറ്റുന്ന ആൾക്കാരെന്ന് വെച്ചാൽ അത് നമ്മൾ മാത്രമാണ്. സോ നമുക്ക് അന്ന് നമ്മുടെ പ്രദീപ് പറഞ്ഞില്ലേ, പ്രദീപ് രംഗനാഥൻ, ഹി കേം ആൻഡ് ടോൾഡ് മീ அந்த വൈറ്റ് വാളை பார்த்துட்டு இருப்பேன்னு പറയും. അല്ലേ? നിങ്ങൾ വിചാരിക്കും വൈറ്റ് വാൾ അതെന്താണ്? ആക്ച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് ഹി സെഡ്. വൈറ്റ് വാൾ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ബ്ലാങ്ക്നെസ്. വൈറ്റ് വാളിൽ ഒന്നുമില്ല കാണാൻ, ചിന്തിക്കാൻ. ഇറ്റ്സ് നോട്ട് ടെല്ലിങ് യു എനിത്തിങ്. മിറർ പോലും നമ്മളെ തിങ്ക് ചെയ്യിപ്പിക്കും. ബിക്കോസ് നമ്മുടെ മുടി എങ്ങനെയുണ്ട്, അയ്യോ ഒരു പുതിയ കുരു വന്നെന്നൊക്കെ നമ്മൾ നോക്കിയിരിക്കും മിററിൽ പോലും. പക്ഷെ വൈറ്റ് വാൾ ഇസ് ജസ്റ്റ് ബ്ലാങ്ക്. കുറച്ച് കഴിയുമ്പോൾ നമുക്കത് നോക്കിയിട്ട് ഒന്നും തിങ്ക് ചെയ്യാൻ നമുക്കൊരു തോട്ട് അത് തരില്ല. അപ്പം എന്തു ചെയ്യും? വി സ്റ്റാർട്ട് ലിസ്ണിങ് ടു അവർ ഓൺ സെൽഫ്. നമ്മൾ നമ്മുടെ വോയിസ് കേൾക്കാൻ തുടങ്ങും. നമ്മുടെ ഉത്തരങ്ങൾ നമ്മൾ പതുക്കെ കേൾക്കാൻ തുടങ്ങും. ദ ഡേ വി സ്റ്റാർട്ട് ലിസ്ണിങ് ടു അവർ സെൽഫ്സ്, we start getting answers. That's also the time we become our friend. നമ്മളുടെ ഫ്രണ്ടായിട്ട്. ഇതൊരു ടീം എഫേർട്ടാണ്. വെൻ യു വോണ്ട് ടു ചേഞ്ച് യുവർ പേഴ്സണാലിറ്റി, ഇറ്റ് ഹാസ് ടു കം ഫ്രം എ പ്ലേസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. അത് നിങ്ങളുടെ അകത്തുള്ള ഒരാൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്തിരിക്കും. ആൻഡ് യു ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ് ഇസ് എ സ്ലോ പ്രോസസ്. ഇറ്റ്സ് നോട്ട് സംതിങ് നാളെ രാവിലെ എഴുന്നേറ്റിട്ട് നടക്കാൻ പോകുന്നൊരു കാര്യമല്ല. ഇറ്റ്സ് സംതിങ് ദാറ്റ് ഹാസ് ടു ബി ഡൺ. പക്ഷേ വൺ ഡേ വെൻ യുവർ പേഴ്സണാലിറ്റി ചേഞ്ചസ്, നിങ്ങളുടെ റിയാലിറ്റി വിൽ ഓൾസോ ചേഞ്ച്. സോ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കും ലൈക്ക് ഹൗ ഡു യു സ്റ്റേ പോസിറ്റീവ്, ഹൗ ഡു യു സ്റ്റേ സോ ഹാപ്പി, ചേച്ചി എങ്ങനെ എപ്പോഴും ഹാപ്പി? ആൻഡ് ഐ സേ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട് ടു ബി ഓണസ്റ്റ്. ചില ദിവസം നമ്മളെ ട്രിഗർ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലൈക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരു ബാഡ് ന്യൂസോ അല്ലെങ്കിൽ ഒരു ബാഡ് ഒരു ട്രിഗർ ഇവൻറ്റോ എന്തെങ്കിലും നമുക്ക് വരും. അത് മതി നമ്മുടെ അന്നത്തെ മുഴുവൻ ദിവസവും ആക്ച്വലി നമുക്ക് നശിപ്പിക്കാൻ. പക്ഷേ നമ്മൾ ആ സമയത്ത് ചെയ്യേണ്ടത് ഷ്രിങ്ക് ദ ടൈം ഓഫ് യുവർ റിയാക്ഷൻ. ദാറ്റ്സ് സംതിങ് ഐ ഡിഡ്. ദേഷ്യപ്പെടാൻ ഞാൻ എനിക്ക് അവകാശം കൊടുത്തിട്ടുണ്ട്. സങ്കടപ്പെടാനും ഞാൻ എനിക്ക് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ഇമോഷനും നമ്മൾ ഫീൽ ചെയ്യണം. വി ഷുഡ് ഫീൽ എവറിത്തിങ്. പക്ഷേ ഡോണ്ട് ഗെറ്റ് സ്റ്റക്ക് ഇൻ എനി ഇമോഷൻ. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഇപ്പം അറിയാമല്ലോ വാട്ട് ഈസ് ടെമ്പറമെൻറ്റ്, വാട്ട് ഈസ് മൂഡ് ആൻഡ് വാട്ട് മേക്സ് യുവർ പേഴ്സണാലിറ്റി. അതായത് ഒരു ഫീലിംഗ് നമ്മൾ ഫീൽ ചെയ്ത് അത് അപ്പം തന്നെ കളയണം, അത് മാറ്റണം. ആൻഡ് കം ബാക്ക് ടു യുവർ നോർമൽസി. നോർമൽസി എന്ന് പറയില്ലേ, അതായത് ഒരു whatever your state of mind is normally without any external trigger ഇല്ലാത്തപ്പം നമ്മുടെ മനസ്സ് എങ്ങനെയാണോ എപ്പോഴും ട്രൈ ടു മെയിൻറ്റെയിൻ യുവർ സെൽഫ് ഇൻ ദാറ്റ്. അതായത് ഒരു നൂലിൻ്റെ മേളിൽ നമ്മളിങ്ങനെ നടക്കുന്ന പോലെയാണെന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ലൈഫ്. കാറ്റടിക്കും, അപ്പോൾ ഒന്ന് താഴെ വീഴും, തിരിച്ച് കയറുക, തിരിച്ച് നൂലിൽ നടക്കുക. കീപ് വാക്കിംഗ്. നമ്മളെ തട്ടിയിടാൻ പലരും വരും. ചിലപ്പോൾ മുമ്പിൽ നിൽക്കുന്നവൻ ഇങ്ങനെ ടാങ് 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 എന്ന് ചെയ്ത് നമ്മളെ വീഴ്ത്തും. ഇറ്റ് ഹാപ്പൻസ്. ദാറ്റ് ഈസ് ലൈഫ്. പക്ഷെ നിങ്ങൾ വീണിട്ട് അത് തറയിൽ തന്നെ കിടന്നാൽ യു വോണ്ട് കണ്ടിന്യൂ വാക്കിംഗ്. വാക്കിംഗ് ഈസ് ലിവിങ്. സോ ഇഫ് യു ആർ falling down as in any negative emotion, actually you're getting thrown off from your center, right? You're getting thrown off and you come back there. ഒരു സാഡ്നെസ് വന്നു, കം ബാക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ ആ കൊച്ചിൻ്റെ അമ്മാമ്മ മരിച്ചത്, അത് ഭയങ്കര ഒരു സങ്കടം. കുറച്ച് ദൂരെ പോയി വീണു. പക്ഷേ വിത്ത് ടൈം ഷീ ഷുഡ് ആക്ച്വലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് അങ്ങനത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബ്രേക്കപ്പ് നമുക്ക് തോന്നും ഒരു ബ്രേക്കപ്പ്, അവനത് വലിയ ബ്രേക്കപ്പ് ആയിരിക്കും. സോ ഇഫ് യു ആർ എ റിയലി ഗുഡ് ഫ്രണ്ട്,
ഇൻസ്റ്റെഡ് ഓഫ് സെയിങ് എടാ ശരിയാവൂടാ, എടാ പോട്ടെ അവളോട് പോകാൻ പറ, അങ്ങനെയല്ല. അവനോട് ശരിക്കും ആസ്കിം, അവൻ്റെ പഴയ ഇമോഷൻസിലേക്ക് അവനെ കൊണ്ടുപോകുക. എപ്പോഴും നമ്മൾ ചെയ്യുന്ന വേറൊരു മിസ്റ്റേക്ക്, ഒരാൾക്കൊരു ഭയങ്കര ദേഷ്യത്തിലിരിക്കുകയാണെങ്കിൽ ആ ദേഷ്യത്തിനെക്കുറിച്ച് മിണ്ടിയാണ് നമ്മൾ അയാളെ ഫിക്സ് ചെയ്യാൻ നോക്കുക. ദ ബെസ്റ്റ് വേ ടു ഡിസ്ട്രാക്ട് ദം. ഇപ്പോൾ ഒരാൾ അമ്മാമ്മ മരിച്ച ഈ കുട്ടിയുടെ അടുത്ത് നമ്മളിപ്പോൾ സമയം അമ്മാമ്മയുടെ എങ്കിലും എന്ത് നല്ല അമ്മാമ്മയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ശരിക്കും അമ്മാമ്മേനെ കുറിച്ച് നിനക്ക് അങ്ങനെ കുറേ അമ്മാമ്മേനെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന ആ കൊച്ച് പിന്നെയും അതിലേക്ക് പോവുള്ളൂ. യു ഷുഡ് ടോക്ക് അബൌട്ട് സംതിങ് എൽസ്. ആദ്യം ഇതിനെക്കുറിച്ച് കുറച്ച് മിണ്ടിയിട്ട് അങ്ങനെ അവളെ അവിടെ നിന്ന് മാറ്റുക. ഈ സെൻറ്ററിനോട് ചേർന്ന് നിൽക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണ്? എടി നീ പുതിയ മറ്റേ ലോക സിനിമ കണ്ട? ഇവിടെ എന്ത് സിനിമ നീ കാണണം കേട്ടാ, അതിലെ പാട്ടുകൾ കേട്ടാ, അതിൽ നസ്ലിൻ എന്ത് പെർഫോമൻസ് ആണ് എടാ, ഇത് ഭയങ്കര നീ കണ്ടില്ലേ, എടാ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ നമുക്ക് ഒരുമിച്ചോ. ഇതാണ് ഡിസ്ട്രാക്ഷൻ. ഒരു നല്ല ഫ്രണ്ട് അതായിരിക്കുള്ളൂ ചെയ്യുക. ഡിസ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ പറ്റുമെന്നറിയോ? ഇവരുടെ മൂഡ് പൊതുവേ 100% ഒരു ദിവസം സങ്കടത്തിലാണെങ്കിൽ ആ ഒരു 10% അവൻ്റെ കാരണം അവിടെ ലൈറ്റായി. ഇതേ നാളെ അവൻ ഒരു അരമണിക്കൂർ ഇവൻ്റെ അടുത്ത് ഹാപ്പി ആയിട്ട് സംസാരിച്ചാൽ ആ ദിവസത്തിൽ ഒരു ഓൾമോസ്റ്റ് 50 സാഡ് 50 ഹാപ്പിയായി. അതേപോലെ ഒരു 4-5 ദിവസം അവർ ഒരുമിച്ച് നടന്നാൽ തുടങ്ങിയാൽ പിന്നെ ഒരു ദിവസം അവൻ മറന്നു അമ്മാമ്മനെ. പിന്നെ അവൻ കുറേ ദിവസം കഴിഞ്ഞിട്ട് എന്തോ ഒരു പാട്ട് കേട്ടപ്പോഴാണ് അമ്മാമ്മനെ ഓർത്തത്. എന്നിട്ട് അവൻ കരഞ്ഞു, അല്ലെ ആ കുട്ടി കരഞ്ഞു. എന്നുവെച്ചാൽ അമ്മാമ്മനെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഓർത്തു. കണ്ണാ തുമ്പി പോരാ ആ പാട്ടായിരിക്കും. അല്ലെങ്കിൽ 1000 കണ്ണുമായി 1000 കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്നിൽ നിന്നും. ഇങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണ് നിറയും. ബിക്കോസ് നമുക്കൊക്കെ ഒരു നഷ്ടം ഉണ്ടായിട്ടുണ്ട്. നഷ്ടം ഉണ്ടാവാത്ത ആൾക്കാർ ഈ ലോകത്തില്ല. എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടവർ, ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ ലൈഫിൽ നമുക്ക് നഷ്ടപ്പെട്ടവരുണ്ടാവും. അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടുണ്ടാവും, അവരെ ഓർമ്മിപ്പിക്കുന്ന ഒരു കറി ഉണ്ടാവും. ചിലപ്പോൾ ഒരു നല്ലൊരു മോരുകറി ആയിരിക്കും, അത് കഴിക്കുമ്പോഴൊക്കെ അമ്മേനെ ഓർക്കുന്നവരുണ്ടാവും. ഒരു സ്ഥലം ഉണ്ടാവും, ഒരു സിനിമ ഉണ്ടാവും, ഒരു കാറ്റുണ്ടാവും, ഒരു പൂവുണ്ടാവും, എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അവരെ ഓർമ്മിപ്പിക്കും. പക്ഷെ ആ ഒരു സമയത്ത് മാത്രമേ നമ്മൾ അവരെ ഓർക്കാവൂ. അതിലുപരി അവരെ ഓർത്തുകൊണ്ടിരുന്നാൽ അത് നമ്മുടെ ലൈഫിനെ തന്നെ, നമ്മളെ തന്നെ അതില്ലാണ്ടാക്കും. നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ട്, അതൊക്കെ സത്യമാണ്. പക്ഷെ അവരതല്ലായിരിക്കും ആഗ്രഹിക്കുന്നത്, അല്ലേ? അവർ നിങ്ങളെ എപ്പോഴും ഹാപ്പി ആയിട്ട് കാണണമെന്നായിരിക്കും ആഗ്രഹിക്കുക. നിങ്ങൾക്ക് അവരോട് ശരിക്കും സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കണം. അതാണ് ചെയ്യേണ്ടത്. സോ ഇത് ഒരു പേഴ്സണാലിറ്റിയിൽ നിന്ന് മാറ്റം വരുത്തുന്ന ആ ബ്രേക്കിംഗ് ദ പാറ്റേണിനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. വേറൊരു കാര്യം ചെയ്യാനുള്ളത്, ഷ്രിങ്ക് ദ ടൈം ഓഫ് റിയാക്ഷൻ. അതായത് നമ്മൾ റിയാക്ട് ചെയ്യുന്ന ടൈം കുറച്ച് കൊണ്ടുവരിക. സാധാരണ നമുക്ക് ദേഷ്യം വരുമ്പോൾ ഒരു 1 മണിക്കൂർ എന്നെ വെറുതെ വിട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ദേഷ്യത്തിലിരിക്കുന്ന ആളാണെങ്കിൽ ആ 1 മണിക്കൂറിനെ പതുക്കെ 45 മിനിറ്റ്സ് ആക്കുക, പതുക്കെ ഹാഫ് ആൻ അവർ ആക്കുക, പതുക്കെ 15 മിനിറ്റ്സ് 10 മിനിറ്റ്സിലൊക്കെ ആക്കാൻ പറ്റും. ഇതെങ്ങനെ ആക്കുക എന്ന് വെച്ചാൽ ബ്രീതിങ് ടെക്നീക്കാണ്. ഇതും ഞാൻ റീസെൻ്റ്ലി പഠിച്ചൊരു കാര്യമാണ്. അതായത് നമുക്ക് ദേഷ്യം വരും, ഭയങ്കരമായിട്ട് ദേഷ്യം വരും ചില മൊമെൻറ്റ്സിലെന്ന് വിചാരിക്കുക. ഫോക്കസ് ഓൺ യുവർ ബ്രീതിങ്. ബ്രീതിങ് എങ്ങനെയാണ്? ഒരു ദേഷ്യമുള്ള ഒരാളെങ്ങനെ ബ്രീത് ചെയ്യുക? ഇങ്ങനെയാണോ ബ്രീത് ചെയ്യുക? എങ്ങനെ ബ്രീത് ചെയ്യുക? ദേഷ്യത്തിലും മൂക്കൊക്കെ മാറി, മൂക്കൊക്കെ ഇങ്ങനെ. നീലൂടെ അടുത്ത് ദേഷ്യം എങ്ങനെ വരുന്നത് ചോദിച്ചാൽ ഇങ്ങനെ കാണിക്കുള്ളൂ. സോ ദേഷ്യം വരുമ്പോൾ നമ്മുടെ ബ്രീതിങ് മാറും. ദ ബെസ്റ്റ് വേ ടു ഹാക്ക് യുവർ മൈൻഡ് ഇസ് ത്രൂ യുവർ ബ്രീതിങ്. താങ്ക് യു. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള താങ്ക് യു പറയാൻ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മുടെ ഫാമിലി ആയിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും, ചിലപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു ജോലിയായിരിക്കും, ചിലപ്പോൾ നമുക്കിപ്പോൾ ഉള്ളൊരു ഫീലിംഗ് ആയിരിക്കും. എന്തെങ്കിലും താങ്ക് യു ഫോർ ഇങ്ങനെയൊക്കെ പറയില്ല, എനിക്ക് ഇതൊക്കെ താങ്ക് യു എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഹാർട്ട് ബീറ്റിൻ്റെ റിതമേ മാറും എന്നാണ് പറയുന്നത്. നമ്മുടെ ഹാർട്ടിൻ്റെ ബീറ്റ് ചെയ്യുന്ന റിതം പോലും മാറുന്ന പറയണത്. ആൻഡ് ദാറ്റ് റിതം sends a signal to your brain, and that changes the way we feel, and that changes the way we think.
എല്ലാത്തിനും നന്ദി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാൾ ചില കാര്യങ്ങൾ തിങ്ക് ചെയ്യില്ല. അയാൾക്ക് ചില ദേഷ്യങ്ങൾ വരില്ല, അയാൾക്ക് ചില സങ്കടങ്ങൾ വരില്ല. ബിക്കോസ് അയാളുടെ മനസ്സിൽ അയാളുടെ കയ്യിലെല്ലാം ഉണ്ട്. ഹീസ് ഹാപ്പി, ഹീസ് ഓൾറെഡി ഗ്രേറ്റ്ഫുൾ. സോ ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. ലവ് ഇസ് എ ബ്യൂട്ടിഫുൾ ഫീലിംഗ്. പ്രണയത്തിലായിട്ടുള്ളവർക്കൊക്കെ അറിയാം, ലവ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് കടകടാന്നടിക്കും. ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് മീറ്റ് ചെയ്യുന്ന ടൈമിൽ ശരിക്കും ലവ് ഉള്ള ആൾക്കാരാണെങ്കിൽ അപ്പോൾ അവളിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പറയും, എന്താ ചേട്ടാ ഹാർട്ട് ഭയങ്കരമായിട്ട് ബീറ്റ് ചെയ്യുന്നു. അപ്പോൾ അവൻ പറയും, നിനക്ക് വേണ്ടിയാ. ക്രിഞ്ച് പ്രോ മാക്സ്. പക്ഷെ ക്രിഞ്ചാണ് ലവ് എന്നൊക്കെ നിങ്ങൾ എന്തിനീ ക്രിഞ്ച് എന്നൊക്കെ വിളിക്കണേ? ഇതൊക്കെ അനുഭവിക്കണമെങ്കിലേ ലക്ക് വേണം, മനസ്സിലായോ? അതായത് നമുക്ക് ഒരാളുടെ ഹാർട്ട് ബീറ്റിനെ നമുക്ക് കൂട്ടാൻ പറ്റും ജസ്റ്റ് ബൈ ലവിങ് ദം. അതേപോലെ ദേഷ്യം, അതേപോലെ പേടിക്കുന്ന ഒരാൾ. ഇപ്പോൾ നമ്മൾ പേടിച്ച് വെപ്രാളം പിടിച്ച് ഒരു ഹൊറർ മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മനസ്സ് കടകടകടാന്ന് വേറെ മാതിരി ബീറ്റ് ചെയ്യും. അപ്പോൾ യുവർ ഹാർട്ട് ബീറ്റ്, യുവർ ബ്രീതിങ്, എവ്രിതിങ് ചേഞ്ചസ്. നമ്മുടെ ഓരോ ഇമോഷനനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദ ഫസ്റ്റ് തിങ് ഇഫ് യു വോണ്ട് ടു ടേക്ക് കൺട്രോൾ ഓവർ യുവർ ഇമോഷൻ ഈസ് യുവർ ബ്രീതിങ്. നമ്മൾ പറയില്ല എനിക്ക് ദേഷ്യം വന്നിട്ട് കണ്ണ് കാണുന്നില്ല, എന്നാൽ സത്യമാണ്. ദേഷ്യം വന്നിട്ട് ചിലവർ ബ്ലൈൻഡായി പോവും, അവർക്കൊന്നും കാണാൻ പറ്റില്ല. ദേ ബിക്കം സോ ആംഗ്രി. അവരുടെ അത്രയൊന്നും എല്ലാവർക്കും വരില്ല കേട്ടോ, അത് റെയറായിട്ടാണ് ചില ആൾക്കാർക്ക് അത്ര ദേഷ്യം വരുന്നത്. ഫസ്റ്റ് തിങ് യു ഹാവ് ടു ഡു ഇസ് ബ്രീത്. ഡോണ്ട് ഡു എനിത്തിങ് വെൻ യു ആർ ആംഗ്രി. ഡോണ്ട് ഡ്രൈവ്, ഡോണ്ട് ടോക്ക് വെൻ യു ആർ ആംഗ്രി, ആൻഡ് കാം ഡൗൺ ആൻഡ് ദെൻ യു ക്യാൻ ടോക്ക്. ഇതേപോലെയാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്ന കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി മൊത്തത്തിൽ സ്റ്റാർട്ട് ചേഞ്ചിങ്. ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ ഫാമിലിയൊക്കെ നമ്മളോട് പറയും, എടാ നിനക്ക് കുറേ മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് പറയും. ജസ്റ്റ് സേ താങ്ക് യു ആൻഡ് കണ്ടിന്യൂ ടു വർക്ക് ഓൺ യുവർ സെൽഫ്. കീപ് വർക്കിംഗ് ഓൺ യുവർ സെൽഫ്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ, ഇപ്പോൾ ഓൾറെഡി കല്യാണം കഴിച്ചവരാണെങ്കിലും കുഴപ്പമില്ല, ഇത് ആൻസർ ചെയ്യാം, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ലൈഫ് പാർട്ട്ണർ എങ്ങനെ ആയിരിക്കണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് ചോദിച്ചാൽ നിങ്ങളൊരു ലിസ്റ്റ് എഴുതില്ലേടാ? എന്തൊക്കെ എഴുതും? സുന്ദരൻ, സുമുഖൻ എന്നൊക്കെ വേണ്ടി എഴുതും. 6 അടി മുടി, അങ്ങനത്തെ അല്ലാട്ടോ ഞാൻ പറയണത്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ക്യാരക്ടർ വൈസ്. അണ്ടർസ്റ്റാൻഡിങ് എന്ന് എഴുതും അല്ലേ? അണ്ടർസ്റ്റാൻഡിങ്, ലവിങ് എഴുതില്ലേ നിങ്ങൾ? കാം എഴുതി. വേറെ എന്തെങ്കിലും നീ പറഞ്ഞ ഫ്രണ്ട് ആവണം. ഫ്രണ്ട്ലി, സർവീസ് മെൻറ്റാലിറ്റി ഉള്ള ആളായിരിക്കണം. പിന്നെ അക്ഷയ ഒരെണ്ണം എന്തെങ്കിലുമൊക്കെ ഫണ്ണി ആയിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. പിന്നെ എന്താടാ, ഇങ്ങനെ കുറേയൊക്കെ എഴുതി. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന അടുത്ത കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. ഫസ്റ്റ് നിങ്ങളിതൊക്കെ ആവണം. നിങ്ങളാണ് ആദ്യം ഇതൊക്കെ ആവേണ്ടത്. അപ്പോഴാണ് ഇങ്ങനത്തെ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ വരുള്ളൂ. നിങ്ങൾ കാമാവണം. നിങ്ങളെ കാമാക്കാൻ ഒരാൾ വരില്ല. നിങ്ങൾ കാമാവ്. നമ്മളെ ഫിക്സ് ചെയ്യാനല്ല നമ്മൾ പാർട്ട്നേഴ്സിനെ ഉണ്ടാക്കേണ്ടത്. സോ ഇഫ് യു റിയലി വോണ്ട് ടു attract a beautiful human being into your life, first you become that beautiful human being. ഒരു നല്ലൊരു മനുഷ്യനായി കഴിഞ്ഞാൽ തന്നെ കുറേ നല്ല മനുഷ്യർ നിങ്ങളുടെ അടുത്ത് വരും. And that's called a personality. And that is why personality development is so important. ചില ആൾക്കാരുടെ പേഴ്സണാലിറ്റി കണ്ടാൽ അയാളുടെ ക്വാളിഫിക്കേഷൻ ഒന്നും നോക്കാണ്ട് നമ്മൾ അവരെ ഹയർ ചെയ്യും. ബിക്കോസ് അവരുടെ പേഴ്സണാലിറ്റി ഈസ് സോ റിച്ച് ദറ്റ് മണി കനോട്ട് ബൈ ദാറ്റ് പേഴ്സണാലിറ്റി. ആൻഡ് ഫോർ ദാറ്റ് മാറ്റർ പലരും പേഴ്സണാലിറ്റീനെ ലിങ്ക് ചെയ്യുന്ന പൈസയായിട്ടാണ്. പൈസയ്ക്കും പേഴ്സണാലിറ്റിക്കും ഒരു ബന്ധമില്ല. മഹാത്മാഗാന്ധി വാസ് ദ മോസ്റ്റ് അട്രാക്റ്റീവ്
മോസ്റ്റ് കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റി വി ഓൾ സോ, ഫാദർ ഓഫ് ദ നേഷൻ എന്ന് പറഞ്ഞ് അദ്ദേഹം എപ്പോഴാണ് ഏറ്റവും വലിയ പേഴ്സണാലിറ്റി ആയത്? അദ്ദേഹത്തിൻ്റെ കോട്ടും സൂട്ടൊക്കെ വേണ്ടെന്ന് വെച്ച് ആ വടി പിടിച്ചപ്പോഴാണ്. ആ ധോത്തി അങ്ങോട്ട് എടുത്ത് ഉടുത്തു. അപ്പോഴാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കണ്ടത്. ബിക്കോസ് ഹീ പ്രൂവ്ഡ് ഹിസ് പേഴ്സണാലിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അവിടെ പണത്തിനോ നമ്മൾ ഓടിക്കുന്ന കാറ് ബസ് അതിനൊന്നും നമ്മുടെ വെൽത്തിനോ ഒന്നും ഒരു വാല്യൂ ഇല്ല. പൈസയുള്ളവർക്കൊക്കെ ഭയങ്കര പേഴ്സണാലിറ്റി ഉണ്ടാവണമെന്നുമില്ല. എത്രയോ ടെറിബിൾ പേഴ്സണാലിറ്റീസ് ഉണ്ടാവും റിച്ച് ആയിട്ടുള്ള വീടുകളിൽ. അതേസമയത്ത് എത്രയോ ബ്യൂട്ടിഫുൾ പേഴ്സണാലിറ്റീസ് ഉണ്ടാവും, മാഗ്നറ്റിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. റോട്ടിൽ ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ അവർ വണ്ടി നിർത്തി കൊടുക്കും, അവർ പോയിട്ടേ ഇവർ പോവുള്ളൂ. അല്ലാണ്ട് ഒരാൾ ക്രോസ് ചെയ്യാൻ നിൽക്കുമ്പോൾ 2 സെക്കൻഡിന് വേണ്ടി നമ്മൾ അവരെ അമ്മാമേനെയൊക്കെ ഇടിച്ചിട്ടിട്ടൊക്കെ പോകാൻ നോക്കില്ലേ. ദാറ്റ്സ് കോൾഡ് എ ടെറിബിൾ പേഴ്സണാലിറ്റി, ഗ്രീഡി പേഴ്സണാലിറ്റി. നിങ്ങളുടെ ഡ്രൈവിംഗ് നോക്കിയിട്ട് ഒരാളുടെ പേഴ്സണാലിറ്റി എങ്ങനെയാണെന്ന് പറയാൻ പറ്റും. ഹൗ യു ഡ്രൈവ് യുവർ കാർ, ഹൗ യു ഡ്രൈവ് യുവർ ബൈക്ക് ഓൺ ദ റോഡ്. നിങ്ങൾ റൂൾസ് പാലിക്കാണ്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് ആൻഡ് മോൾഡിങ് യുവർ പേഴ്സണാലിറ്റി. യു ആർ എ വെരി സിവിക് സെൻസ് ഇല്ല എന്ന് പറയില്ല നമ്മൾ. ഇപ്പം വേസ്റ്റ് കളയുന്ന ഒരാളെ കണ്ടാൽ അറിയാം. ഇപ്പം നമ്മളിപ്പോൾ ഒരു മൂന്നാറൊക്കെ പോയിരിക്കുകയാണ്, അല്ലെങ്കിൽ വാഗമൺ ഒക്കെ പോയിരിക്കുകയാണ്. നമ്മൾ ലേസ് വാങ്ങിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ചിപ്സ് വാങ്ങിച്ചു, ഓക്കെ, തിന്നാൻ കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചു. അത് നമ്മൾ നല്ല കാര്യമാണ്, നിങ്ങൾ വാങ്ങിച്ചോ. പക്ഷെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ കാറിന്ന് പുറത്തിട്ടു ഒരു പെണ്ണിന് അവനോട് ലവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ബസ്സിലെല്ലാവരും അങ്ങനെ കറക്റ്റ് എക്സാമ്പിൾ കിട്ടി. ഇനിയിപ്പം ഞാൻ പറഞ്ഞുതരാം. ഈ കാരണം കൊണ്ട് അവൾക്ക് ആ ലവ് ഇല്ലാണ്ടാവും. ബിക്കോസ് അവൾക്ക് സിവിക് സെൻസ് ഉള്ള ഒരു പെണ്ണാണെങ്കിൽ ഷീ മൈറ്റ് ബി ഇങ്ങനെ ഇന്ന് അവനെ മലയുടെ മേളിൽ മറ്റേ സൂയിസൈഡ് പോയിന്റിൽ പോയിട്ട് പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ അവളിങ്ങനെ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുക. അവൻ അതുവരെ അവൻ മറ്റേ മുതൽ മഴ എന്നൊക്കെ വേണ്ടി പാട്ടൊക്കെ പാടുന്നു, അവൻ ഡാൻസ് ചെയ്യും. അപ്പോൾ ഇവളിങ്ങനെ എൻ്റെ ചോയ്സ് ബെസ്റ്റ് എന്നൊക്കെ അവളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഇവനും അറിയാം ഇവളെ ഇഷ്ടമാണ്, എങ്കിലും അവനും വെയിറ്റ് ചെയ്യണം അവൾ പറയട്ടെ ആദ്യം. ബിക്കോസ് അവന് മറ്റേ മൂടാണ്. പെട്ടെന്നാണ് ഈ ലേസൊക്കെ വാങ്ങിച്ച് എല്ലാവരും തിന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ജനലിൻ്റെ വഴി കൂടെ പുറത്തേക്ക് അവൻ എറിഞ്ഞത് ആ പാക്കറ്റ് മാത്രമല്ല, അവൾക്ക് അവനോടുണ്ടായിരുന്ന പ്രണയം കൂടിയാണ് അവനത് പുറത്തേക്ക് എടുത്തെറിഞ്ഞത്. അപ്പോൾ അവൾ ആലോചിച്ച അയ്യേ പുറത്തേക്ക് എറിയുന്നു. ഒരു സിവിക് സെൻസ് ഉള്ള ഒരാൾ ഒരിക്കലും റോട്ടിൽ വേസ്റ്റ് ഇടില്ല. ദ വേ യു ബിഹേവ് ഇൻ പബ്ലിക്. ഒരു ലിഫ്റ്റിൽ 10 പേരെ കയറാവുള്ളൂ, ഓൾറെഡി 8 പേര് കയറി, നിങ്ങളുടെ കൂടെ 4 പേരുണ്ട്. മാറക്കാറ് എന്ന് പറഞ്ഞ് നിങ്ങൾ കയറ്റി ചപ്പാത്തി ആക്കിയിട്ട് എല്ലാവരെയും കയറ്റുക. ദാറ്റ്സ് നോട്ട് സിവിക് സെൻസ്. സിവിക് സെൻസ് അല്ല, അതിനെന്തോ പറയാം, ആക്രാന്തം. ഇല്ല, മാക്സിമം വെയിറ്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ പോയിട്ട് ഞങ്ങൾ പിന്നെ ജീവനോടെ പൊയ്ക്കോളാം എന്ന് പറയുന്നതാണ് അതാണ് നമുക്ക് നമ്മളോട് തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ടൈമിൽ ഇങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നമുക്ക്. നമ്മളുടെ മനസ്സിൽ നമ്മൾ എങ്ങനെ ആയിരിക്കണം. നമ്മൾ ഇപ്പം നേരത്തെ നിങ്ങൾ ലിസ്റ്റ് ചെയ്തില്ലേ, കറക്റ്റ് ആ ലിസ്റ്റ് നിങ്ങളുടെ ബുക്ക് പോലെ കയ്യിൽ വെച്ചേക്ക്. അതിലുള്ള സാധനങ്ങൾ നിങ്ങൾ ആയിക്കൊണ്ടിരിക്കുക. ടേക്ക് യുവർ ടൈം, അണ്ടർസ്റ്റാൻഡ്, സോറി പറയാൻ പഠിക്കുക. ഇഫ് യു മേക്ക് എ മിസ്റ്റേക്ക് ഒരു ചെറിയ സോറിയൊക്കെ പറയുക. എക്സ്ക്യൂസ് മീ എന്ന് പറയാൻ പഠിക്കുക. ഇറ്റ് ഓൾ ആഡ്സ് ടു യുവർ പേഴ്സണാലിറ്റി. നിങ്ങളുടെ പേഴ്സണാലിറ്റിയിൽ വരുന്ന ഓരോ സ്റ്റഡ് പോലെ, ഓരോ ഡയമണ്ട് സ്റ്റഡ്സാണിത്. ചിലർ പറയില്ലേ, ഒരു പ്രായമായൊരു ആൾ വരുമ്പോൾ അവർക്ക് വേണ്ടി ഇരുന്ന് ഡോറ് തുറന്നു കൊടുക്കുക. അവർ നടക്കുമ്പോഴേ അത് വിടരുത്, അവർ തെറിച്ച് പോവും. അങ്ങനെയല്ല, ഡോർ തുറന്നിട്ട് അവർ പോണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ തുറക്കാണ്ടിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ ദൈവമേ, അങ്ങനെ നമ്മൾ മ്യൂട്ടായോടാ, ക്യാമറയൊക്കെ ഓഫായാ. ഞാൻ എന്തോ തൊട്ടപ്പോൾ എന്തോ ലൈറ്റൊക്കെ കത്തുന്നു. ഞാൻ വെള്ളം കുടിച്ചോട്ടെ കേട്ടോ, കുറേ നേരമായില്ലേ. എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇതായിരുന്നു ഞാൻ എന്തൊക്കെയോ ഞാൻ പൊതുവേ ഞാൻ വലിയ പ്ലാനിങ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ പല ടോപ്പിക്സിൽ ഇങ്ങനെ പോയി വരുന്നതാണ്. പക്ഷെ മെയിനായിട്ട് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത് വാട്ട് ഈസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് ഒരാളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ആകുമ്പം എങ്ങനെയാണ് ഡെവലപ്പ് എന്ന് വെച്ചാൽ ചേഞ്ച് ആകുമ്പം എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ റിയാലിറ്റി മാറുന്നത് എന്നാണ്. ടേക്ക് യുവർ ടൈം.
നമ്മളിപ്പം പ്രിഡോമിനൻ്റ് ആയിട്ട് വെറുതെ സാഡായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഡള്ളായിട്ടിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെയാണ്, നമുക്ക് അങ്ങനെ ഇരിക്കാൻ തോന്നും. സ്നാപ്പ് ഔട്ട് ഓഫ് ഇറ്റ് എന്ന് പറയും. അതായത് 5, 4, 3, 2, 1 എന്ന് നമുക്കൊരു കൗണ്ട് ഡൗൺ കൊടുത്തിട്ട് ആ 1ന് മുൻപ് നമ്മൾ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിരിക്കണം. വി ഹാവ് ടു ടെൽ അവർ സെൽവ്സ് ഗോ ഔട്ട്. ചിലപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതായിരിക്കും. ഡൂ സംതിങ് ബട്ട് നോട്ട് ദാറ്റ്. ചെറിയ മാറ്റങ്ങൾ. ആൻഡ് ദാറ്റ് ഈസ് ഹൗ യു സ്ലോലി ഡെവലപ്പ് യുവർ പേഴ്സണാലിറ്റി. ആൻഡ് അനദർ തിങ് ഈസ് വെൻ യുവർ പേഴ്സണാലിറ്റി ചേഞ്ചസ്, നിങ്ങളുടെ റിയാലിറ്റി മാറാൻ തുടങ്ങും. സോ ഇഫ് യു ആർ ബേസിക്കലി എ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ, നമ്മൾ അതിൽ നിന്നാണല്ലോ തുടങ്ങിയത്, അതുകൊണ്ട് ലെറ്റ്സ് സേ ഷോർട്ട് ടെമ്പേർഡ് പേഴ്സൺ, ആ ഒരു കാരണം കൊണ്ട് കുറേ ഓപ്പർച്യൂണിറ്റീസ്, കുറേ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറി മാറി പൊയ്ക്കൊണ്ടിരുന്നു എന്ന് വിചാരിക്കുക. അവന് നന്നായിട്ട് പണിയെടുക്കാൻ അറിയാം, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, നല്ല ബുദ്ധിയുള്ള പയ്യനാണ്. പക്ഷെ അവൻ എവിടെ ജോലി കിട്ടിയാലും മാക്സിമം 3 മാസം അത് കഴിഞ്ഞാൽ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും, അടുത്ത സ്ഥലത്തേക്ക് പോകും, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട്. ബിക്കോസ് ഈ ഷോർട്ട് ടെമ്പേർഡ്. ചെറിയ കാര്യം മതി. കോഫി മെഷീനിൽ ചായപ്പൊടി തീർന്നു, കോഫി തീർന്നെന്ന് ആ ഒരു ചെറിയ കാരണം കൊണ്ട് അവൻ ബോസിൻ്റെ കൂടെ വഴക്കുണ്ടാക്കുമായിരിക്കും. ഇത്രയും മതി ഷോർട്ട് ടെമ്പേർഡ് എന്ന് പറയുന്നത്. സോ ഈ ഷോർട്ട് ടെമ്പേർഡ് ആൾ ഷോർട്ട് ടെമ്പേർഡ്നെസ് മാറ്റി, ഇഫ് ദാറ്റ് പേഴ്സൺസ് പേഴ്സണാലിറ്റി സ്ലോലി കുറച്ച് കാം, കുറച്ച് ഹാപ്പി, കുറച്ച് പോസിറ്റീവ്, കുറച്ച് പേഷ്യൻസ് ഉള്ള ആളായി മാറിയാൽ ഒബ്വിയസ്ലി അവൻ്റെ വർക്ക് ഇതും മാറും. ഹീൽ സ്റ്റാർട്ട് വർക്കിംഗ് മോർ ഇൻ എ പെർട്ടിക്കുലർ പ്ലേസ്. ഹീൽ സ്റ്റാർട്ട് ഫീലിംഗ് ബെറ്റർ. ചിലപ്പോൾ കൂടുതൽ ഫ്രണ്ട്സ് അയാൾക്ക് ഉണ്ടായിന്ന് വരും. ഹീൽ ഹാവ് എ ബെറ്റർ ലൈഫ്. സോ ദാറ്റ് മീൻസ് അയാളുടെ റിയാലിറ്റി മാറും. ഇയാളുടെ പേഴ്സണാലിറ്റി ഇവിടെ ലൈറ്റായിട്ട് ദേഷ്യം മാത്രമേ ഉള്ളൂ, മാറ്റിയപ്പോൾ തന്നെ അയാളുടെ ഈ റിയാലിറ്റി ഇത്രയും മാറി. സോ ഇമാജിൻ if your entire personality, if you can slowly change it and make it better and better and better every day, even your reality will keep changing and changing and become better and better every day. So understand that your thoughts, നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളെപ്പോഴും ചിന്തിക്കുന്ന തോട്ട്സാണ് നിങ്ങളുടെ ബിലീഫ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന തോട്ട്സ് എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിക്കുന്ന കാര്യങ്ങളായിരിക്കും. സോ ടേക്ക് കെയർ ഓഫ് യുവർ തോട്ട്സ്. നല്ല തിങ്കിങ്, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ കാണുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഡു തിങ്സ് ദാറ്റ് മേക്സ് യു ഹാപ്പി ആൻഡ് മേക്ക് ഷ്യൂർ നിങ്ങളുടെ പേഴ്സണാലിറ്റീനെ നിങ്ങൾ മോൾഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ, when you're going online, maybe social media, maybe a movie or whatever, choose all those things wisely. Because we have already entered an age, നമ്മളുടെ ഓരോ സ്ക്രോളിലും ഓരോ മൂഡുകളാണ് അല്ലേ? ഓരോ റീൽസിലും ഓരോ മൂഡാണ്. ചിലപ്പോൾ ഒരു റീലിൽ ഭയങ്കര സങ്കടമായിരിക്കും, ഒരു റീലിൽ ഭയങ്കര ക്രേസി സാധനമായിരിക്കും, ഒരു റീലിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ വി ആർ കോൺസ്റ്റൻ്റ്ലി ടോൾഡ് ഹൗ ടു ഫീൽ. നമ്മൾ പോലും അല്ല നമ്മുടെ ഫീലിങ്സിനെ കൺട്രോൾ ചെയ്യുന്നത് എനിമോർ. സോ ഇവിടെ നമ്മളാവേണ്ടത് വി ഹാവ് ടു ബിക്കം കോൺഷ്യസ്, വി ഹാവ് ടു ബിക്കം അവെയർ റാദർ ദാൻ ഗോയിങ് ഓൺ ഓട്ടോ പൈലറ്റ്. അതായത് ഓട്ടോ പൈലറ്റ് എന്ന് വെച്ചാൽ നാട് ഓടുന്നു നമ്മൾ ഓടുന്നു നടുവിൽ എന്നല്ലാണ്ട് ദ മിനിറ്റ് യു ബിക്കം അവെയർ. ഒരു ഹൊറർ മൂവി 2 പേര് കണ്ടു, ഒരുത്തന് ഉറങ്ങാൻ പറ്റിയില്ല, ഒരുത്തൻ സുഖമായിട്ട് ഉറങ്ങി. ബിക്കോസ് ആ കണ്ട ഒരുത്തൻ അത് വിശ്വസിച്ച് കണ്ടു. എന്നിട്ട് അവനോട് പറഞ്ഞില്ല എടാ ആ സിനിമയാണ് എന്നൊന്നും പറഞ്ഞ് മനസ്സിലാക്കിയില്ല. മറ്റേവൻ ഒരു ദിവസം പേടിച്ചു. എന്താ വെച്ചാൽ ഹൊറർ മൂവി കൊണ്ട് ഒരു ദിവസമെങ്കിലും പേടിക്കണമല്ലോ. അവനോട് പറഞ്ഞു എടാ ഇതൊക്കെ സിനിമയാട്ടാ. നെക്സ്റ്റ് ഡേ അവൻ സുഖമായിട്ട് ഉറങ്ങി. ഈ ഒരു വ്യത്യാസമാണുള്ളത്. നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ശരി, ലോകത്താണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, നമുക്ക് കാണുന്ന കാര്യങ്ങളെല്ലാം വിശ്വസിച്ച് കാണുന്ന ആൾക്കാർ പണി വാങ്ങിക്കൂട്ടും. കാണുന്ന കാര്യങ്ങൾ കാണാൻ പഠിക്കുക, വിശ്വസിച്ചുകൊണ്ടേ കാണരുത്. കാണുക, ഓ അങ്ങനെ പറ്റിയല്ലേ, ഓക്കെ അത്രേ കണ്ടു. കീപ്പ് എ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെൻറ്റ്, ബിക്കോസ് അതർവൈസ് യു ആർ ഗോയിങ് ടു ഹാവ് എ ലോട്ട് ഓഫ് ഇമോഷണൽ turmoil and turbulence
ഇമോഷണൽ ടർബുലൻസ് വരുന്ന ഒരാൾക്ക് സ്ട്രെസ് ഓട്ടോമാറ്റിക്കലി വരും. ബട്ട് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഇതൊക്കെ കാണുന്ന ഒരാൾക്ക് അവിടെ എന്തൊക്കെ മാറ്റം വന്നാലും ഇയാളുടെ മനസ്സ് ഒരേ ഒരു കാംനെസ്സിൽ തന്നെയായിരിക്കും എല്ലാം കാണുന്നത്. സോ ദേ ഡോണ്ട് ഗെറ്റ് ഡിസ്റ്റർബ്ഡ്. ഇനി ഡിസ്റ്റർബ് ആവുന്നുണ്ടെങ്കിൽ ട്രൈ ടു അവോയ്ഡ് ദിസ്. എനിക്ക് ഡിസ്കണക്റ്റ് ആവാൻ പറ്റുന്നില്ല ചേച്ചി, എനിക്കിത് കാണുമ്പോൾ ടെൻഷൻ ആവുന്നു, എനിക്ക് ഡിസ്കണക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല, എങ്കിൽ കംപ്ലീറ്റ്ലി അത് ഡിസ്കണക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇത് നല്ലതല്ല നമുക്ക്. സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ടൈമിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് യു ആർ ഡൂയിങ് എ ട്രാൻസ്ഫോർമേഷൻ. ആ സമയത്ത് മാക്സിമം, ഇപ്പം നമ്മൾ പറയില്ലേ ഡയറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാർ മാക്സിമം ചില ഹോട്ടലിലൊക്കെ പോകാണ്ടിരിക്കുക, വീട്ടിൽ പല സാധനങ്ങൾ വാങ്ങിച്ച് വെക്കാണ്ടിരിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ബിക്കോസ് ടെംപ്റ്റേഷൻ വരും. ഇതേപോലെയാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ ടൈമിൽ നിങ്ങൾ നന്നാവാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ നെഗറ്റീവിലേക്ക് നിങ്ങളെ വലിക്കുന്ന ചില ആൾക്കാരായിരിക്കാം, ചില ഹാബിറ്റ്സ് ആയിരിക്കാം, ചില മൊമെൻറ്റ്സ്, ചില സ്ഥലങ്ങൾ, ഇതൊക്കെ മാക്സിമം ആ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് നിങ്ങളുടെ പേഴ്സണാലിറ്റി ഇപ്പോഴും ഫോം ആയിക്കൊണ്ടിരിക്കുകയാണ്. യു ആർ ചേഞ്ചിങ്. ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾ മാറിക്കൊണ്ടിരിക്കുക, കാമും പോസിറ്റീവും ഒക്കെ ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ പോയിട്ട് അവൻ്റെ വേഴ്സ്റ്റ് എനിമീനെല്ലാം പോയി നോക്കി നിൽക്കേണ്ട അല്ല. ഹീ ഷുഡ് ട്രൈ ടു അവോയ്ഡ്. ബിക്കോസ് ഹി വാണ്ട്സ് ടു ബിക്കം കാം ആയതിനു ശേഷം once that becomes the part of his personality and then that is become permanent as a personality, then അയാളെ കാണുമ്പോൾ ചിലപ്പോൾ അത്ര ദേഷ്യമോ അല്ലെങ്കിൽ അതൊന്നും ട്രിഗറേ ആവില്ല. ബിക്കോസ് നൗ ഹീസ് ഫിക്സ്ഡ് ഹിയർ. സോ ഡ്യൂറിങ് ദാറ്റ് ഷിഫ്റ്റ് മേക്ക് ഷുവർ you put all the effort to change one by one and also stick to it. And ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ദിസ് ടോപ്പിക് വാസ്. എൻ്റെ രീതിയിലാണ് ഞാനിതെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആൻഡ് ഐ തിങ്ക് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇസ് സംതിങ് ദാറ്റ് എനിബഡി ക്യാൻ ഡു. ഇപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞു കൊച്ചാണെങ്കിലും ശരി, ഇത് മനസ്സിലാവുന്ന ഒരു പ്രായം ഉണ്ടെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് ഡൂയിങ് ഇറ്റ്. ബിക്കോസ് ഒരു ഡോർ തുറന്നു കൊടുക്കുക, വേസ്റ്റ് പുറത്ത് തറയിലൊക്കെ ഇടാണ്ടിരിക്കുക, ഒരാളോട് സോറി പറയുക, അല്ലെങ്കിൽ താങ്ക് യു പറയുക, അല്ലെങ്കിൽ ഒരാളെ സഹായിക്കുക എന്നൊക്കെ പറയുന്നത് ആർക്കും ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതിനൊരു ഏജ് ലിമിറ്റ് ഒന്നുമില്ല. എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ തുടങ്ങാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ എഴുതിയ ലിസ്റ്റ് നിങ്ങൾ പുറത്തുനിന്ന് ഒരാളെ ആഗ്രഹിക്കുന്നതിലുപരി become the list, become the person that you think you wish you had a best friend or a life partner as. I want to be emotionally independent as a human, and that's a very very powerful thing. നാളെ ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും ഐ ക്യാൻ ടേക്ക് കെയർ ഓഫ് മൈ സെൽഫ് ഇമോഷണലി ഓൾസോ എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ആൻഡ് ഐ എം സ്റ്റിൽ ഗോയിങ് ത്രൂ ദാറ്റ് ജേർണി. ആൻഡ് അടുത്ത പോഡ്കാസ്റ്റിൽ I'll share more about that topic. പക്ഷേ ഇന്നത്തെ ഈ ടോപ്പിക് which is personality and personal reality, how it changes your personal reality, how personality and personal reality is connected എന്ന് പറയുന്ന ആ ടോപ്പിക്ക് I hope you all enjoyed. And I just want to say I love each and every one of you. നിങ്ങളൊക്കെ എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരാണ്. ഐ നോ ഗുലുഗുലു ടോക്സിന് ഒരു വേറെ തന്നെ ഒരു ഓഡിയൻസ് ആണുള്ളത്. അവർ ഇത് എന്തിനാണ് കാണുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അതായത് ഞാൻ എപ്പോഴും സെൽഫ് ടോക്കൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ പോഡ്കാസ്റ്റുകൾ കാണുന്ന ഒരാളാണ്. ദാറ്റ്സ് മെയിൻലി ബിക്കോസ് ഐ ലവ് മൈ സെൽഫ്. വെൻ വി ലവ് അവർ സെൽഫ്സ്, നമ്മളുടെ മനസ്സിന് നല്ലതാണെന്ന് നമുക്ക് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ അറിയാണ്ട് പോയി ക്ലിക്ക് ചെയ്തിരുന്ന് കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് ഏറ്റവും എന്നെ ഇൻസ്പയർ ചെയ്ത ചില വീഡിയോസിൻ്റെ വ്യൂ ഞാൻ നോക്കുമ്പോൾ, വീഡിയോ ഒക്കെ കണ്ടിട്ട് ഞാൻ വ്യൂ നോക്കുമ്പോൾ 10,000 വ്യൂവാ എന്ന് ഞാൻ ആലോചിക്കും. ഞാൻ ആലോചിക്കും ഇതാരും കണ്ടിട്ടില്ലേ. എന്നിട്ട് ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ ഞാൻ ഷെയർ ചെയ്യും. എങ്കിലും ഞാൻ ആലോചിക്കും എന്തുകൊണ്ടാണ് ഇത് അധികം പേര് കാണാത്തത് എന്ന് ചോദിക്കും. അതിൻ്റെ അർത്ഥം ഇസ് ആസ് സിമ്പിൾ ആസ് നമുക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്താടാ? ലെറ്റ്സ് സേ പാവയ്ക്ക ജ്യൂസ്. അധികം പേര് അത് കഴിക്കില്ല. പക്ഷേ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവരൊക്കെ അത് വാങ്ങിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കും. പക്ഷെ അത് കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ. എന്ന് പറയുന്നത് പോലെ നമ്മുടെ മൈൻഡിന് നല്ലതാണെന്ന് നമുക്കൊരു സാധനം തോന്നി അത് തപ്പിപ്പിടിച്ച് അതിന് സമയം കണ്ടെത്തി അതിരുന്ന് കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ.
ബിക്കോസ് ഈ ഷോ കണ്ടിട്ട് അതാണ് നിങ്ങൾ പറയാറ്. ഈ ഗുളു ടോക്സ് കണ്ടിട്ട് ഐ ഫീൽ ബെറ്റർ. എത്ര പേരാന്ന് പറയുന്നത് എപ്പോഴാണ് അടുത്തത്. അപ്പം ഞാൻ ആലോചിക്കും എനിക്കൊരു എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് വരണം, അതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കണം. അതാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദിസ് ഡേ. ആൻഡ് ഈ ഒരു ഓവർ ദ പാസ്റ്റ് 1 year ഞാനും ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഐ വാസ് ഡെവലപ്പിംഗ് മൈ പേഴ്സണാലിറ്റി. I try to change my anger. I try to become a happier person. ഈ ലേസിനെസ് കുറയ്ക്കാൻ കുറേ ട്രൈ ചെയ്തു. ആൻഡ് ഐ ഹവ് ബിൻ ഓവർകം. അങ്ങനെ കുറേ ചെറിയ ചെറിയ ഫാൾ ബാക്സ് എല്ലാവർക്കും ഉണ്ടാവും. ഇനിയും ഉണ്ട്. ഐ എം നോട്ട് സേയിങ് ഐ ഹവ് റീച്ച് ദാറ്റ് പോയിൻറ്റ്, ബട്ട് ഇനിയും ലൈക്ക് ഐ സെഡ് ഇറ്റ്സ് എ ലൈഫ് ലോങ് പ്രോസസ്സ്. ഇന്നലത്തെ എന്നേലും നാളത്തെ ഞാൻ ബെറ്റർ. നോ കമ്പാരിസൺ. യു കമ്പയർ യുവർ സെൽഫ് വിത്ത് യുവർ സെൽഫ്. ഇന്നലത്തെ നിങ്ങളേലും നാളത്തെ നിങ്ങൾ ഒരു ഇച്ചിരി ഓവറാക്കണ്ട, കുറച്ച് ബെറ്റർ ആവുക. ദാറ്റ്സ് ഇറ്റ്. എനിവേ, ഐ ലവ് യു ഓൾ. ടേക്ക് കെയർ. ആൻഡ് അടുത്ത എപ്പിസോഡ് ഗുലു ടോക്സിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം പേർലി. ബൈ.